സോ ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ സാധാരണയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ട് ഇരുന്നത് പോലെ തന്നെ ന്യൂസുകൾ പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു UPSC ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം അത് മെയിൻസ് പെർസ്പെക്റ്റീവിലും പ്രിലിംസ് പെർസ്പെക്റ്റീവിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്, അതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തു പോകും. സോ ഇന്നും ഒരു കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ്. എഡിറ്റോറിയലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒന്ന് രണ്ട് എഡിറ്റോറിയലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് പോകാം. സോ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ആണ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ലഡാക്ക്. സോ ലഡാക്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികൾ, അതായത് 2019 അവിടെ നമ്മളുടെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം ലഡാക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റി. സോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ ഏത് നാഷണാലിറ്റി അവർ ഇന്ത്യൻ നാഷണാലിറ്റി ആണെങ്കിലും അവരുടെ ഡൊമിസൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അവരുടെ ഗവൺമെന്റ് ജോബുകളിലുള്ള റിസർവേഷൻ എങ്ങനെയായിരിക്കും, അവരുടെ ലാംഗ്വേജ് എന്തായിരിക്കും, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? സോ ഒറ്റ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്നും 2 യൂണിയൻ ടെറിട്ടറികളായിട്ട് മാറുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഏത് സംസ്ഥാനത്തിന്റെ പാർട്ടായിരുന്നു, അവരുടെ ഡൊമിസൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? കാരണം ഒരു സംസ്ഥാനം വിഭജിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസിന് ഒരു പരിഹാരം എന്നോണം ഒരു ലോ ഓർഡിനൻസ് വഴി കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിട്ടുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ലഡാക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് ലഡാക്കിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ലൈക്ക് ഹിസ്റ്ററിയിൽ നമ്മൾ പറയുമ്പോൾ ബ്രിട്ടീഷ് പീരീഡിൽ എങ്ങനെയായിരുന്നു, ഏർലി ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, പിന്നെ എന്താണ് പെർട്ടിക്കുലർലി 2019 സംഭവിച്ചത്, അതായത് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരുന്നു, എങ്ങനെയാണ് അത് റദ്ദ് ചെയ്തത്, പിന്നെ ഇപ്പോൾ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ലാംഗ്വേജിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഡൊമിസൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹിസ്റ്റോറിക് പാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഡാക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ഒരു നമ്മളുടെ ഹിമാലയന്റെ കീഴിൽ കിടക്കുന്ന ഒരു പാർട്ടാണ്, ഹിമാലയന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ ഏർലി ഹിസ്റ്ററിക്ക് തുടങ്ങി ഒരു ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയ ആയിരുന്നു. അതായത് ദോഗ്ര കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഏർലി പീരീഡിൽ, ഏൻഷ്യന്റ് പീരീഡ് തുടങ്ങി ഒരു മിഡീവിയൽ പീരീഡ് വരെ അവിടെ ഭരിച്ചു പോന്നിരുന്നത്. ഓക്കെ, സോ ഹിസ്റ്ററി നമുക്ക് ഏർലി പീരീഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹിന്ദു ഡൊമിനേറ്റഡ് പീരീഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഹിന്ദു കൾച്ചേഴ്സ്, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആയിരുന്നു. ഈവൻ കനിഷ്കന്റെ ഒരു എക്സ്റ്റെന്റ് പോലും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലെ ഒരു രാജാവാണ് കനിഷ്കൻ. ഏൻഷ്യൻ എന്ന് പറയുമ്പോൾ 5th സെഞ്ചുറി 6th സെഞ്ചുറി കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന 4th to 6th സെഞ്ചുറി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജാവാണ് കനിഷ്കൻ. സോ ആ സമയത്ത് തുടങ്ങിയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഒരു ഹിന്ദു ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിരുന്നു ഏർലി ഹിസ്റ്ററി ആണെങ്കിലും മിഡീവൽ ഹിസ്റ്ററി ആണെങ്കിലും. ഒരു 1800 ആയി കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ 1700 ഒരു ലാസ്റ്റ് ഫേസിലേക്ക് വന്നപ്പോഴേക്കും രഞ്ജിത് സിംഗ്, അതായത് സിഖ് സമൂഹങ്ങള്, സിഖ് ഡൈനാസ്റ്റികള് അവിടേക്കുള്ള എൻട്രി ടേക്കപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് സിഖ് കമ്മ്യൂണിറ്റീസ്, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള ഇൻവേഷനുകൾ വരാനായിട്ട് തുടങ്ങി. സോ രഞ്ജിത് സിംഗിന്റെ കാലമായപ്പോഴേക്കും, രഞ്ജിത് സിംഗ് പെർട്ടിക്കുലർലി ഈ പഞ്ചാബ് റീജിയൻ ഭരിച്ചിരുന്ന അന്നത്തെ പ്രമുഖനായിട്ടുള്ള ഒരു സിഖ് നേതാവാണ്, അല്ലെങ്കിൽ ഒരു സിഖ് രാജാവാണ് രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ രഞ്ജിത് സിംഗിന്റെ കാലമായി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സിഖ് ഇൻവേഷനുകൾ വരാനായിട്ട് തുടങ്ങി. അതായത് രഞ്ജിത് സിംഗ് ഇൻവേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ലേറ്റർ രഞ്ജിത് സിംഗിന് ശേഷമുള്ളവര് അതിനെ കീഴടക്കാനായിട്ടും സാധിച്ചു. ഇതാണ് ഒരു ഏർലി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രിട്ടീഷ് പീരീഡിൽ പൂർണ്ണമായിട്ടും ഇത് ബ്രിട്ടീഷിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു സ്വയംഭരണ പ്രദേശമായിരുന്നു. അതായത് ഒരു രാജാവിന്റെ കീഴിൽ ബ്രിട്ടീഷിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷേ 1947 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ പീരീഡിൽ പെർട്ടിക്കുലർലി ഈ ജമ്മു ആൻഡ് കാശ്മീർ റിലേറ്റഡ് ആയിട്ട് അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല, പാകിസ്ഥാൻ യൂണിയനിൽ ചേരില്ല, പെർട്ടിക്കുലർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജാവാകും. അവിടെ ഹരിസിംഗ് എന്ന് പറഞ്ഞൊരു രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, പെർട്ടിക്കുലർലി ജമ്മു ആൻഡ് കാശ്മീർ. മനസ്സിലായോ? സോ ആ സമയത്ത് നമ്മൾ രഞ്ജിത് സിംഗുമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഒപ്പിടുകയും ഇന്ത്യൻ യൂണിയനിൽ അവസാനം ലയിക്കുകയും ചെയ്തു.
അങ്ങനെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി വരുന്നത്. ഇതിനിടയിൽ പല വിഷയങ്ങളും നടന്നിട്ടുണ്ട്. ആ ഒരു വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. സോ 1947 ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ വഴി ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ പാർട്ടായി. അതിനുശേഷം പല യുദ്ധങ്ങളും നടക്കുകയാണ്, ലൈൻ ഓഫ് കൺട്രോൾ വരികയാണ്, അങ്ങനെ ചില പ്രശ്നങ്ങൾ വരികയാണ്. സോ ഈ സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിന് എന്ത് സംഭവിക്കുകയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രത്യേക പദവി കൊടുക്കുകയാണ്. ആർട്ടിക്കിൾ 370 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രത്യേക പദവി ജമ്മു ആൻഡ് കാശ്മീരിന് കൊടുക്കുകയാണ്. സോ അവിടെ പ്രത്യേകമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിർമ്മിച്ചുകൊണ്ട് മാത്രമേ ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണമെന്നും അവിടുത്തെ നിയമങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ അസംബ്ലി അംഗീകരിക്കണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ചില ക്ലോസുകൾ ഇതിൽ വെച്ചു. മനസ്സിലായോ? 1947 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുകയാണ് ആർട്ടിക്കിൾ 370 പ്രകാരം. ഓക്കെ, അത് തുടർന്നു കൊണ്ടുപോന്നിരുന്നു. അപ്പോ പണ്ടൊക്കെ PSC പരീക്ഷയിൽ പ്രത്യേകമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു സ്വന്തമായി ദേശീയ പതാകയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ട് പണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അതിന് ഉത്തരം ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു പണ്ട്. പക്ഷേ 2019 എന്ത് സംഭവിച്ചു? സോ നമ്മൾ 2019 കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370 അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവിയായിട്ട് ആർട്ടിക്കിൾ 370 അവിടെ നിൽക്കുന്നുണ്ട്. 2019 ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തു. കേന്ദ്ര സർക്കാർ ഒരു നിയമത്തിലൂടെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തു. ഓക്കെ, സോ അതെങ്ങനെയാണ് റദ്ദ് ചെയ്യാൻ പറ്റുക? അതായത് 1947 ഈ നിയമം പാസ്സാക്കുന്ന സമയത്ത് 370 പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിയമത്തിൽ അതായത് ആർട്ടിക്കിൾ 370 എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സോ 2019 നമ്മൾ അതിനെ സ്ലൈറ്റ്ലി ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സെൽഫ് അവിടുത്തെ നിയമസഭയാണെന്ന് ഇന്റർപ്രിറ്റ് ചെയ്തു. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ നിയമത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മൾ പറഞ്ഞു ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ നിയമസഭ തന്നെയാണ് എന്ന് നിയമത്തെ നമ്മൾ അങ്ങോട്ട് ഇന്റർപ്രിറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോ നിയമസഭയിലുള്ള ആൾക്ക് വേണമെങ്കിലും ആ 370 റദ്ദ് ചെയ്യാം, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാം, പുതിയ നിയമങ്ങൾ പരിഷ്കരിക്കാം, അവിടെ എന്ത് വേണമെങ്കിലും ആർട്ടിക്കിൾ 370 അവിടുത്തെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങളിലും ചെയ്യാം. അപ്പോ കറന്റ്ലി ആ ടൈമിൽ അവിടെ രാഷ്ട്രപതി ഭരണം നടക്കുകയായിരുന്നു. എന്ത് നടക്കുകയായിരുന്നു? രാഷ്ട്രപതി ഭരണം നടക്കുകയായിരുന്നു. സോ രാഷ്ട്രപതി ഭരണം നടക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു എന്താ പ്രത്യേകത? രാഷ്ട്രപതി ഭരണം നടന്നു കഴിയുമ്പോൾ അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണ്. സോ നമ്മളൊരു വളഞ്ഞ വഴിയിലൂടെ മൂക്കിൽ പിടിച്ചിട്ട് ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ 370 പ്രഖ്യാപിക്കുവാനായിട്ടുള്ള അധികാരം ആർക്ക് കൊടുത്തു? പാർലമെന്റിൽ നിഷിദ്ധമാകുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോ പാർലമെന്റ് എന്നിട്ട് 370 അമെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഈ 370 അമെൻഡ് ചെയ്യുന്നത് 2019 അമെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 2 യൂണിയൻ ടെറിട്ടറികളായിട്ട് മാറി. മുകളിൽ ലഡാക്ക്, താഴെ കാശ്മീർ എന്നുള്ള ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ 2 യൂണിയൻ ടെറിട്ടറികളായിട്ട് മാറി. സോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? അവിടുത്തെ ഭാഷ ഏതാണ്? കാരണം ഒരു പുതിയ സംസ്ഥാനം പോലെ തന്നെയാണ് ഒരു യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് യൂണിയന്റെ കീഴിലുള്ള ഒരു ടെറിട്ടറി, അതായത് ഒരു സ്ഥലത്തെയാണ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. സോ ഒരു സംസ്ഥാനം പോലെ തന്നെയുള്ള ഫീച്ചേഴ്സ്, അത് ഒരു സംസ്ഥാനം വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് അവിടെ ഉണ്ടാവണം. ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. അതായത് ജോലി ആർക്കൊക്കെ കൊടുക്കണം. ഇപ്പൊ ഉണ്ടായിരുന്ന മാൻ പവർ കാശ്മീരിന്റെ ആണോ ലഡാക്കിന്റെ ആണോ എന്നുള്ളതൊക്കെ വിഭജിക്കണം. മനസ്സിലായോ? പിന്നെ എന്തൊക്കെ വിഭജിക്കണം? ഭാഷകൾ ഏതാണെന്ന് ഓരോ സ്റ്റേറ്റിനും പെർട്ടിക്കുലർ ചെയ്യണം. ഒരു സംസ്ഥാനത്ത് താമസിക്കുന്നവര് എങ്ങനെയാണ് താമസിക്കേണ്ടത്? അതായത് ഇപ്പോ ജമ്മു കാശ്മീരിലെ ചിലര് ലഡാക്കിൽ വന്ന് താമസിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? ചില ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലഡാക്കിൽ വന്ന് താമസിക്കുന്നുണ്ടാവാം. ഇപ്പൊ തൃശ്ശൂരുള്ള ഒരാൾ ചിലപ്പോൾ എറണാകുളത്ത് വന്ന് താമസിക്കുന്നുണ്ടാവാം. അപ്പൊ തൃശ്ശൂരും എറണാകുളവും 2 സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ എറണാകുളത്ത് ഒരു 15 വർഷമായിട്ട് താമസിക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും? അയാളുടെ ഡൊമിസൈൽ, അതായത് അയാളുടെ സ്ഥിരതാമസം എവിടെയാവും? തൃശ്ശൂരാകുമോ അതോ എറണാകുളത്താകുമോ? മനസ്സിലായോ? സോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ 2 യൂണിയൻ ടെറിട്ടറികളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും സംഭവിച്ചു. സോ ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ നമ്മൾ ഇന്നലെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സെൽഫ് ഈസ് എ ലോ. മനസ്സിലായോ?
പ്രസിഡന്റ് പാർലമെന്റ് ചേരാത്ത സമയത്ത് പുറപ്പെടുവിക്കുന്ന ലോകളെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് പിന്നീട് പാർലമെന്റിൽ വരികയും അത് നിയമമായിട്ട് പാസ്സാക്കുകയും ചെയ്യും. സോ ഫോർ ദ ടൈം ബീയിങ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓർഡിനൻസ് ഇറ്റ് സെൽഫ് ഇസ് എ ലോ. ഓക്കെ, സോ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും ഒരു പുതിയ നിയമം രൂപീകരിക്കുകയും ചെയ്തു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? റിസർവേഷൻ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡൊമിസൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ റിസർവേഷനെ കുറിച്ച് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? റിസർവേഷൻ പെർട്ടിക്കുലർലി ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിക്ക്, റിസർവേഷൻ പെർട്ടിക്കുലർലി ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിക്ക് 85% ഗവൺമെന്റ് ജോബുകളിൽ 85% എന്ത് കൊടുക്കാം? റിസർവേഷൻ കൊടുക്കാം. മനസ്സിലായോ? സോ നമുക്ക് റിസർവേഷനുമായി ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കാം. സോ റിസർവേഷൻ ഇൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റിലാണ് നമ്മൾ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ കീഴിലാണ് നമ്മൾ പെർട്ടിക്കുലർലി റിസർവേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത്. ആർട്ടിക്കിൾ 16, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ അത് ഇക്വിറ്റബിൾ ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16. മനസ്സിലായോ? സോ ആർട്ടിക്കിൾ 16ന്റെ കീഴിലാണ് ഈ റിസർവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ റിസർവേഷൻ സംബന്ധിക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത് എന്നതിന്റെ ഒരു ഹിസ്റ്ററി കൂടി ഞാനിവിടെ ഒന്ന് പറയാം. മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിസർവേഷന്റെ കാര്യത്തിലേക്ക് പോകുന്നില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ റിസർവേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മണ്ഡൽ കമ്മീഷൻ. സോ 1979 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഒരു സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ രൂപീകരിക്കുകയാണ്. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ഒന്നാമത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇതിനു മുൻപേ രൂപീകരിച്ചിട്ടുണ്ട്. അത് നെഹ്റുവിന്റെ കാലത്താണ്. ആ ഹിസ്റ്ററിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ രൂപീകരിക്കുന്നു. എങ്ങനെയാണ് ഇക്വിറ്റബിൾ ആയിട്ട് ജോലിയും റിസർവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷൻ നൽകാനായിട്ടാണ് ഈ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. സോ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞു OBCക്ക് അതർ ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ളവർക്ക് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കുന്നില്ല. സോ ആ റെപ്രസെന്റേഷൻ നമ്മൾ കൊടുക്കണം. അത് ഏകദേശം 27% റെപ്രസെന്റേഷൻ നമ്മൾ കൊടുക്കണം. ഞാനിത് ബ്രീഫായിട്ട് പറയുകയാണ്. സോ 27% റെപ്രസെന്റേഷൻ നമ്മൾ കൊടുക്കണം എന്ന് അവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവർ പ്രശ്നം ഉണ്ടാക്കില്ല. അതായത് റിസർവേഷൻ കിട്ടാത്തവർ, ഇപ്പൊ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ റിസർവേഷൻ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. റിസർവേഷൻ കിട്ടാത്തവരും റിസർവേഷൻ കിട്ടുന്നവരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ അറിയാവുന്നത് കൊണ്ട് പിന്നീട് വന്ന ഗവൺമെന്റുകൾ ഈ ബില്ലുമേ തൊട്ടില്ല. അതായത് മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ടുമേ തൊട്ടില്ല. പിന്നീട് വന്ന VP സിംഗിന്റെ മന്ത്രിസഭ, അതായത് 1989 കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞ VP സിംഗിന്റെ മന്ത്രിസഭയാണ് ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോയത്. VP സിംഗ് പറഞ്ഞു ഞങ്ങൾ 50% റിസർവേഷൻ കൊടുക്കും. സോ മണ്ഡൽ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് 50% റിസർവേഷൻ നമ്മൾ കൊടുക്കും. OBCക്ക് ഉൾപ്പെടെ എല്ലാവർക്കും കൂടി റിസർവേഷൻ 50% കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? കേസായി, കോടതിയിലേക്ക് വന്നു. കോടതിയിലെ ആ കേസിനെ അറിയപ്പെടുന്നതാണ് ദ ഫേമസ് ജഡ്ജ്മെന്റ് ഓഫ് മണ്ഡൽ കേസ്, അല്ലെങ്കിൽ ഇന്ദിരാ സാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഏത് കേസാണ്? മണ്ഡൽ കേസ്. സോ മണ്ഡൽ കമ്മീഷനെ കുറിച്ച് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്, പലപ്പോഴും പത്രങ്ങളിൽ വരാറുണ്ട്. മണ്ഡൽ കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ലോ ഏതാണ്? ഇന്ദിരാ സാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ആ കേസിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു അതായത് ഈ 50% കൊടുക്കുന്നത് കുഴപ്പമില്ല, നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലാതെ ഈ 50%-ന് മുകളിലേക്ക് റിസർവേഷൻ പോകാൻ പാടില്ല. മനസ്സിലായോ? ഈ 50%-ന് മുകളിലേക്ക് റിസർവേഷൻ കൊടുക്കുന്നത് പോകണമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കണം. അല്ലാത്ത സമയത്തെല്ലാം ഈ 50%-ൽ താഴെയായിരിക്കണം റിസർവേഷൻ കൊടുക്കേണ്ടത്. മിനിമം 50% എങ്കിലും കൊടുക്കണം. അതിന് മുകളിൽ പോകണമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകണം. എന്നിട്ട് ഈ ലഡാക്കിന്റെ കേസസിലേക്ക് ഒന്ന് തിരിച്ചു വന്നേ. ഈ 85% റിസർവേഷൻ അപ്പോൾ അവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അതെങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത്? ഇവിടെ റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിനാണ്. മനസ്സിലായോ? ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിന് ആദ്യമായിട്ടല്ല നമ്മൾ ഇത്രയും റിസർവേഷൻ കൊടുക്കുന്നത്. 85% എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ, അതായത് ലഡാക്ക് റീജിയനിൽ അവരാണ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യുന്നത്. സോ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ 85% റിസർവേഷൻ കൊടുത്തത്. ഓക്കെ,
അണ്ടർസ്റ്റാൻഡ് ആയോ? സോ റിസർവേഷന്റെ ഞാനൊരു ഹിസ്റ്ററി പറഞ്ഞു, എങ്ങനെയാണ് 1991 എന്ന് സംഭവിച്ചു, ഇന്ദിരാസാനി കേസിൽ എന്ത് വന്നു, എന്തുകൊണ്ടാണ് ഈ 85% കൊടുക്കുന്നത്. സോ ഈ റിസർവേഷൻ ലഡാക്കിൽ മാത്രമാണോ 85% കൊടുക്കുന്നത്? അല്ല, ലഡാക്ക് ഉൾപ്പെടെയുള്ള പല മൈനോറിറ്റി ഏരിയകളിലും, അതായത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി ഏരിയ ലൈക്ക് റിലേറ്റഡ് ടു മിസോറം അങ്ങനെ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഏരിയകളിൽ പല സ്റ്റേറ്റുകളിലും ഈ 85-80 റിലേറ്റഡ് ആയിട്ട് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റികൾക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് റിസർവേഷന്റെ കേസസിൽ ഇന്നലെ പറഞ്ഞത് എന്താണ്? പെർട്ടിക്കുലർലി 85% റിസർവേഷൻ കൊടുക്കാം. സോ പെർട്ടിക്കുലർലി ടു ലാംഗ്വേജ്, അവിടുത്തെ ഭാഷ ഏതായിരിക്കണം? ഇനി ഭാഷയാണല്ലോ പ്രശ്നം വരാൻ പോകുന്ന അടുത്തത്. ഏതായിരിക്കണം അടുത്ത ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഭാഷ ഏതായിരിക്കണം? സോ ഹിന്ദി ആയിരിക്കണോ, ഇംഗ്ലീഷ് ആയിരിക്കണോ? അപ്പോൾ ഒരു 4 ലാംഗ്വേജ് സെലക്ട് ചെയ്തു. ആ 4 ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ആ 4 ലാംഗ്വേജും അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പ്രവർത്തിക്കും എന്നുള്ളൊരു രീതിയിൽ പുതിയ ഓർഡിനൻസിൽ വന്നു. ദെൻ റിലേറ്റഡ് ടു ഡൊമിസൈൽ. ഡൊമിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ സ്ഥിര താമസക്കാരെയാണ് ഡൊമിസൈൽ എന്ന് പറയുന്നത്. സിറ്റിസൺഷിപ്പ് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ആണ് ഞാൻ, പക്ഷെ കേരളത്തിൽ ഡൊമിസൈലാണ്, എന്റെ സ്ഥിരതാമസം കേരളത്തിലാണ്. ഓക്കെ, സോ അതാണ് ഡൊമിസൈൽ എന്ന് പറയുന്നത്. സോ ഡൊമിസൈൽ എങ്ങനെ അവിടെ അക്സെപ്റ്റ് ചെയ്യും? അതായത് 15 വർഷത്തോളം ലഡാക്കിൽ താമസിച്ചിട്ടുള്ള ഒരാൾക്ക്, അതായത് 15 വർഷത്തോളം ലഡാക്കിൽ താമസിക്കുന്ന ഒരാൾക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അവകാശം കിട്ടും. മനസ്സിലായോ? 15 വർഷത്തോളം സ്ഥിരതാമസത്തിനുള്ള അവകാശം കിട്ടും. പക്ഷെ അവിടെ പെർമനന്റ്ലി റെസിഡന്റ് ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. മനസ്സിലായോ? അവിടെ സ്ഥിരതാമസത്തിനുള്ള അവകാശം 15 വർഷം താമസിച്ച ഒരാൾക്ക് ലഭിക്കാം എന്നാണ് പറഞ്ഞത്, ഇൻക്ലൂഡിങ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ് എന്താണ്? നിങ്ങളൊരു IAS ഓഫീസർ ആയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ താമസം എവിടെയാണ്? നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് വരുന്നത് ചിലപ്പോൾ കേരളത്തിലായിരിക്കാം, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ മിസോറമിലോ ലഡാക്കിലോ ആയിരിക്കാം. സോ നിങ്ങളൊരു 20 വർഷമായിട്ട് ലഡാക്ക് റീജിയനിൽ താമസിക്കുന്ന ഒരാളാണ്, ലഡാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു IAS ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു ആർമിയുടെ ഓഫീസറാണ്. സോ നിങ്ങൾക്ക് അവിടെ സ്ഥിരതാമസമാക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് സ്ഥിരതാമസമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ PSCയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അവിടുത്തെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എഡ്യൂക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ ലൈക്ക് ഇപ്പോൾ അലോട്ട്മെന്റുകൾ നടക്കുമ്പോൾ അവിടുത്തെ ഡൊമിസൈലിൽ ഉണ്ടാകുന്ന ചില അഡ്വാൻറ്റേജുകൾ ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഡൊമിസൈൽ ഇമ്പോർട്ടൻസ് ആയി വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റ് എംപ്ലോയീസിന് ഉൾപ്പെടെ 15 വർഷത്തെ സ്ഥിരതാമസം എന്നുള്ള ഒരു പ്രൂഫ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊമിസൈലിന് അർഹരാകും. അതാണ് പെർട്ടിക്കുലർലി ഈ ആർട്ടിക്കിൾ പറയുന്നത്, ഈ ന്യൂസ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ലഡാക്ക് എന്താണെന്ന് പഠിച്ചു, ലഡാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി പറഞ്ഞു, ആർട്ടിക്കിൾ 370 എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ദെൻ പെർട്ടിക്കുലർലി റിസർവേഷൻ പറഞ്ഞപ്പോൾ ലൈക്ക് മണ്ഡൽ കമ്മീഷനിലേക്ക് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ലൈക്ക് പറയാതെ പോകാനായിട്ട് വയ്യ. നിങ്ങൾ ഈ ന്യൂസ് കണ്ടു കഴിയുമ്പോൾ റിസർവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു വിഴിഞ്ഞം പോർട്ട്. ഒരു ചെറിയ ആർട്ടിക്കിൾ ആണ്. അതായത് വിഴിഞ്ഞം പോർട്ടിൽ ഒരു വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പ് ഡോക്ക് ചെയ്തു ഇന്നലെ. ഓക്കെ, സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. സോ നമുക്ക് വിഴിഞ്ഞം പോർട്ട് എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിഴിഞ്ഞം പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. പെർട്ടിക്കുലർലി അതെന്ത് മോഡലാണ് എന്ന് നമുക്ക് നോക്കാം. UPSC സ്പെസിഫിക്കില് ഈ ഒരു ഷിപ്പ് വന്നു, ഷിപ്പിന്റെ പേരൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? സോ വിഴിഞ്ഞം പോർട്ടിന്റെ ഡീറ്റെയിൽസ്, വിഴിഞ്ഞം പോർട്ട് എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വിഴിഞ്ഞം പോർട്ട് നമ്മളുടെ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പെർട്ടിക്കുലർലി ഈ ഒരു റീജിയനിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം പോർട്ട് ഒരു ഡീപ് ട്രാൻസ്ഷിപ്മെന്റ് ഏരിയയാണ്. മനസ്സിലായോ? വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ പ്രധാനമായിട്ടുള്ളൊരു ഡീപ് ട്രാൻസ്ഷിപ്മെന്റ് ഏരിയയാണ്. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആകുന്നത്? ഈ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മളുടെ തൊട്ടടുത്തായതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട്. മലയാളം പത്രങ്ങൾ പോലും സ്ഥിരമായിട്ട് വാർത്ത ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് അതിന്റെ കുറച്ചുകൂടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആകുന്നത്? ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ജോഗ്രഫി സ്പെസിഫിക് ആയിട്ട്. നമുക്ക് ഇവിടെ ഒരു കടലിടുക്കുണ്ട്. ആ കടലിടുക്കിന്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളുടെ സെക്കൻഡ് ആർട്ടിക്കിൾ ഓപ്പൺ എഡിറ്റോറിയൽ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ത്യക്ക് ഒരു കടലിടുക്കുണ്ട്, ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. ഇന്ത്യക്കല്ല, ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. ആ സ്ട്രെയിറ്റിന്റെ പേരൊന്ന് ഓർക്കുന്നുണ്ടോ? സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? സോ ഇങ്ങനെയാണ് കേട്ടോ ന്യൂസ് കണക്ട് ചെയ്യുന്നത്. ഇന്നലത്തെ ന്യൂസ് പഠിക്കുമ്പോൾ ഇന്നലത്തെ ന്യൂസ് പഠിച്ചിട്ട് നമ്മളവിടെ മറന്നു പോവുകയല്ല.
സോ ജോഗ്രഫിയിൽ ഞാൻ ഇന്നലെ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മളുടെ ഇന്ത്യൻ ഓഷ്യന്റെ വലത്ത് ഭാഗത്തായിട്ട് ഇന്ത്യൻ ഓഷ്യനെ പസഫിക് ഓഷ്യനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ഉണ്ട്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കടലുകൾക്കിടയിലുള്ള ഒരു ചെറിയ വെള്ളത്തിന്റെ ഒരു പാസേജ് ആണ്, അതായത് സീയുടെ ഒരു പാസേജ് ആണ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിലൂടെയാണ് ഇന്ത്യൻ ഓഷ്യനെ നമ്മൾ ഡയറക്ട്ലി പസഫിക് ഓഷ്യനിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ ആ സ്ട്രെയിറ്റിന്റെ പേരാണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യൻ ഓഷ്യയും സിംഗപ്പൂരും തമ്മിലാണ്. മനസ്സിലായോ? സ്ട്രെയിറ്റ് ഓഫ് മലാക്ക സ്ഥിതി ചെയ്യുന്നത്. സോ ആ സ്ട്രെയിറ്റിന്റെ ഉദ്ദേശം എന്താണ്? ആ സ്ട്രെയിറ്റിന്റെ ലക്ഷ്യം എന്താണ്? അതായത് ഗ്ലോബൽ ട്രേഡ് ഈ സ്ട്രെയിറ്റ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഓസ്ട്രേലിയനെ ചുറ്റി വരേണ്ടി വന്നാണ്. മനസ്സിലായോ? പസഫിക് ഓഷ്യനിൽ നിന്ന് വരുന്ന ഒരു ഷിപ്പ് ഇന്ത്യൻ ഓഷ്യനിൽ എത്തണമെങ്കിൽ ഓസ്ട്രേലിയയെ ചുറ്റിയിട്ട് വേണം ഇങ്ങനെ വന്നാനേ. മനസ്സിലായോ? ഈ സ്ട്രെയിറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് പസഫിക് ഓഷ്യനിലൂടെ വരുന്ന ഒരു ഷിപ്പ് ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്താനായിട്ട് ഈ സ്ട്രെയിറ്റ് കടന്ന് നേരെ ഇങ്ങനെ പോകാം. സോ ഇത് നമ്മളുടെ ടൈം റെഡ്യൂസ് ചെയ്യും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായോ? സോ ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന പോർട്ടുകളിൽ ഒന്നാണ്. ഇവിടെ തൂത്തുക്കുടിയിൽ ഒരു പോർട്ട് ഉണ്ട് നമുക്ക്. മനസ്സിലായോ? തൂത്തുക്കുടിയിലുള്ള പോർട്ടിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പോർട്ടാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക അല്ല, സ്ട്രെയിറ്റ് ഓഫ് മലാക്കയോട് ചേർന്ന് കിടക്കുന്ന നമ്മളുടെ വിഴിഞ്ഞം പോർട്ട്. സോ അത് ഗ്ലോബൽ ട്രേഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്. മനസ്സിലായോ? സോ ഇവിടെ ശ്രീലങ്കയുണ്ട്. ശ്രീലങ്കയുടെ ഇവിടെ ആരുണ്ട്? ഹമ്പൻ ടോട്ട പോർട്ട് ഉണ്ട്. ഏത് പോർട്ടാണ്? ഹമ്പൻ ടോട്ട. സോ നിങ്ങൾ ഇന്ന് പോയിട്ട് ഈ ഹമ്പൻ ടോട്ടയെ കുറിച്ചിട്ട് ഒന്ന് റിസർച്ച് ചെയ്യാം. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ നോക്കുക. ജോഗ്രഫി ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഹമ്പൻ ടോട്ടയെ കുറിച്ച് കേൾക്കാത്തവര് ഹമ്പൻ ടോട്ട എന്ന പോർട്ടിനെ കുറിച്ച് ഒന്ന് റെഫർ ചെയ്യുക, ഒന്ന് നോക്കുക. മനസ്സിലായോ? സോ ഹമ്പൻ ടോട്ടയും നമ്മളും കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് നമുക്ക് അടുത്തടുത്തായിട്ടുണ്ട്. അതായത് ഹമ്പൻ ടോട്ടയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യയിലെ ഈ നമ്മളുടെ വിഴിഞ്ഞം പോർട്ടിനും ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിലേക്ക് ഒരു ഈസി അഡ്വാൻറ്റേജ് ഉണ്ട്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് ഇത് ഗ്ലോബൽ ട്രേഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? സോ മറ്റൊരു കാര്യം നോക്കാം. വാട്ട് ഈസ് ബിൽഡ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ മോഡൽ. സോ വിഴിഞ്ഞം പോർട്ട് നമ്മൾ പഠിക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് നമ്മൾ ആരുടെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? ഒന്ന് അദാനി. മനസ്സിലായോ? അദാനിയുടെ പേര് കേൾക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗവൺമെന്റ് ഓൺഡ് പോർട്ടിൽ അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് PPP മോഡലിൽ ബിൽഡ് ചെയ്തൊരു പോർട്ടാണ്. മനസ്സിലായോ? ഇന്ത്യയിലെ മിക്ക സ്ഥാപനങ്ങളും മിക്ക ഇൻഫ്രാസ്ട്രക്ചറൽ ഇനീഷ്യേറ്റീവുകളും ഇപ്പോൾ നടക്കുന്നത് PPP മോഡലുകളിലാണ്. എന്താണ് PPP മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അതായത് ഗവൺമെന്റിന്റെ ഫണ്ട് കുറച്ച് യൂസ് ചെയ്യും, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഫണ്ട് യൂസ് ചെയ്യും. അവർ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനത്തെയാണ് അത് ബിൽഡ് ചെയ്യാനായിട്ടും അത് ഓൺ ചെയ്യാനായിട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും അത് ശ്രമിക്കും. സോ ചിലപ്പോൾ ഫുള്ളി ഫണ്ട് ഗവൺമെന്റ് മുടക്കും, അത് ഓൺ ചെയ്യാനായിട്ടും അത് നടത്തിപ്പിനുള്ള അവകാശം മാത്രം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള ഡിഫറെന്റ് മോഡലുകൾ ഉണ്ട്. അതിലൊരു മോഡലാണ് ബിൽഡ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ മോഡൽ. സോ ഇവിടെ അദാനി ഇത് ബിൽഡ് ചെയ്യും, ഗവൺമെന്റിന്റെയും അദാനിയുടെയും ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് അദാനിയുടെ ഒരു ഈ റവന്യൂ കിട്ടുന്നത് വരെ അത് ഓൺ ചെയ്യും. മനസ്സിലായോ? അതിനുശേഷം വീണ്ടും അത് ഗവൺമെന്റിലേക്ക് തരും. മനസ്സിലായോ? അപ്പോ ലൈക്ക് എനിക്ക് തോന്നുന്നു 40 വർഷത്തെ കരാറാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 99 വർഷത്തെ കരാറാണ് കേരള ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം അത് ബിൽഡ് ചെയ്യും രണ്ടുപേരും ചേർന്ന്, അതിനുശേഷം അത് ഓൺ ചെയ്യും അദാനി. അതിൽ നിന്ന് റവന്യൂ ഷെയറിംഗ് ചിലപ്പോൾ നടത്താം, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ചിലപ്പോൾ അദാനി മാത്രമായിരിക്കും ആദ്യത്തെ വർഷങ്ങളിൽ ഷെയർ എടുക്കുക. അതിനുശേഷം അത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ഈ ബിൽഡ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ മോഡൽ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ വിഴിഞ്ഞത്തെ കുറിച്ച് പഠിച്ചു, വിഴിഞ്ഞം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത് എന്ന് പഠിച്ചു. ഇത്രയും ഈ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടല്ലോ MSC അറീന എന്ന് പറഞ്ഞൊരു ഷിപ്പ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ ഷിപ്പ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പ് വന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയുടെ അടുത്ത് കിടക്കുന്നുണ്ട് കൊണ്ടായിരിക്കാം. മനസ്സിലായോ? അങ്ങനെയുള്ള കാരണങ്ങൾ ഇതിന് ഇമ്പോർട്ടന്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് പഠിച്ചു. ദെൻ വാട്ട് ഈസ് PPP മോഡൽ എന്ന് പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി റെഫർ ചെയ്യേണ്ട, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UPSC പഠിക്കുന്നവർക്ക് ഹോംവർക്ക് ഒക്കെ ഉണ്ടോയെന്ന് ചിലർക്ക് തോന്നാം, എങ്കിലും ഞാൻ ഹോംവർക്ക് ആയിട്ടൊരു കാര്യം പറയുകയാണ്. എന്താണ്? ഈ PPPയുടെ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. സോ നിങ്ങൾ അത് റെഫർ ചെയ്യണം. ഏതൊക്കെയാണെന്ന് നോക്കുക, അത് പഠിക്കുക.
അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി എഴുതി പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ കാണുമ്പോൾ വീണ്ടും അതൊന്ന് ഓർക്കുക. അങ്ങനെയാണ് നമ്മളുടെ ഈ കറന്റ് അഫയേഴ്സിൽ ഒരു അപ്പർ ഹാൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായോ? സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ വേറെ എന്തൊക്കെ മോഡൽസുകളുണ്ട്? ഇപ്പൊ ബിൽഡ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു മോഡലാണ്. അങ്ങനെ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. ഏതൊക്കെ മോഡൽസ് ആണെന്ന് നിങ്ങൾ ഇന്ന് റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. പറ്റുമെങ്കിൽ കമന്റും ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ആർട്ടിക്കിൾ. ഇതൊരു ചെറിയ ആർട്ടിക്കിൾ ആയിരുന്നു. നമുക്ക് തേർഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ ദ തേർഡ് ന്യൂസ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നാനോ സൈൻ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് റിസർച്ചേഴ്സ് ഒരു ആർട്ടിഫിഷ്യൽ മെറ്റൽ ബേസ്ഡ് നാനോ സയൻസ് കണ്ടുപിടിച്ചു ദാറ്റ് പ്രിവെന്റ്സ് എക്സസ് ബ്ലഡ് ക്ലോട്ടിങ്. സോ ബ്ലഡ് ക്ലോട്ടിങ് വരാതിരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് നിയന്ത്രിക്കാനായിട്ടുള്ള എന്തോ ഒരു സാധനം കണ്ടുപിടിച്ചു. എന്താണ് സാധനം? നാനോസൈൻ. ഈ നാനോസൈൻ എന്താണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നാനോസൈൻ പേര് കേൾക്കുമ്പോൾ ഒരു നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം വലിയ ഗംഭീരമായിട്ടുള്ള പേരൊക്കെയാണെന്ന് തോന്നുന്നില്ല. മനസ്സിലായോ? സോ രണ്ട് പേരുകൾ ചേരുന്നു, നാനോ, നാനോ പ്ലസ് എൻസൈം. മനസ്സിലായോ? സോ എന്താണ് എൻസൈം എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഇതൊരു നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു സ്റ്റുഡൻസിന് ഡീറ്റെയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് ഈ എൻസൈം. എൻസൈമിന്റെ ഉദ്ദേശം എന്താണ്? എൻസൈംസ് നമ്മളുടെ ബോഡിയിലെ കെമിക്കൽ റിയാക്ഷനുകളെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും സയൻസിലേക്ക് പോവുകയാണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, സ്പീഡ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്. എന്നാൽ അത് അതിലേക്ക് ഇഴകിച്ചേർക്കാത്ത വിധത്തിൽ അതിനോട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു കാര്യം, അതിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ബോഡിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെക്രീഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ എൻസൈം എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, ആഹാരം ദഹിച്ച് പ്രോട്ടീനായിട്ട് മാറുന്നു. ചിലപ്പോൾ അന്നജം എന്ന് പറയും, നമ്മൾ അന്നജമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നടക്കാനായിട്ട് ഈ എൻസൈമുകൾ ഉപകരിക്കും. മനസ്സിലായോ? അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അങ്ങനെയുള്ള കാറ്റലിസ്റ്റുകളെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എൻസൈം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. സോ ഇനി എന്താണ് നാനോ? നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാനോ കാർ. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്. അപ്പോൾ ചെറിയ എൻസൈമുകൾ, നാനോ എൻസൈം. സോ ആർട്ടിഫിഷ്യൽ നാനോസൈമുകളെ, അതായത് അല്ലെങ്കിൽ നാനോ എൻസൈമുകളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ക്രിയേറ്റ് ചെയ്തു. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നാനോ എൻസൈമുകളെ, ചെറിയ എൻസൈമുകളെ അവർ ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പെർട്ടിക്കുലർലി ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ബ്ലഡ് ക്ലോട്ടിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യിക്കാനായിട്ട് വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ ഇതാണ് നാനോ എൻസൈം. നാനോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എൻസൈമുകളാണ്, ചെറിയ എൻസൈമുകൾ. എൻസൈമിന്റെ ജോലി എന്താണ്? നമ്മളുടെ ബോഡിയിലുള്ള ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അതിന് കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക, അത് ഇൻക്രീസ് ചെയ്യുക. സോ ഇവിടെ നാനോ എൻസൈംസ് എന്ത് ചെയ്യും? അതായത് ഈ നാനോ സയൻസ് ഈസ് പെർട്ടിക്കുലർലി ആൻഡ് ആർട്ടിഫിഷ്യൽ മെറ്റൽ ബേസ്ഡ് നാനോസൈംസ്. അതാണ് നാനോസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. ഈ എൻസൈംസ് ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്ന ഏരിയയിലേക്ക് പോവുകയും അത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ചെയ്യുകയും ചെയ്യും. സോ നമുക്കറിയാം, ബ്ലഡ് തലയിലൊക്കെ ക്ലോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ മരണം വരെ സംഭവിക്കാം. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ചിലപ്പോൾ ഒരു ഭാഗം തളർന്നു പോകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈകല്യങ്ങൾ വരാം. അങ്ങനെയുള്ള റിട്ടാർഡേഷൻസുകൾ പല സംഭവങ്ങളിലും സംഭവിക്കാം. സോ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഈ ബ്ലഡ് ക്ലോട്ടിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, പ്രിവെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ നാനോസൈമുകളെ യൂസ് ചെയ്യുന്നു. അതായത് നാനോ പ്ലസ് എൻസൈമുകളെ യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള നാനോസൈമുകളെ നമ്മളുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റിസർച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് ഈ ന്യൂസ് പറയുന്നത്. മനസ്സിലായോ? സോ അനദർ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യൻ പെട്രോളിയം. സോ ഇത് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ ആണ്, ഹർദീപ് എസ് പുരി എന്ന് പറയുന്ന ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ ആണ്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ ആൻഡ് കുറച്ച് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. ഇത് ഓപ്പൺ എഡിറ്റോറിയലിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ കൂടിയാണ് നമ്മളുടെ
ഈ ആർട്ടിക്കിൾ. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോകാം. സോ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പെട്രോളിയം സ്ട്രാറ്റജി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്രോളിയത്തിൽ ഇനി പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പെട്രോളിയം മിനിസ്റ്റർ ആണല്ലോ എഴുതുന്നത്. സോ പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ലൈക്ക് 3 കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ എടുത്തു പറയുന്നത്. ഒന്ന്, അവൈലബിലിറ്റി. അതായത് ഇന്ത്യയാണ് ലോകത്തിലെ 3ാമത്തെ പെട്രോളിയം കൺസ്യൂമർ ആയത്. ലാർജസ്റ്റ് പെട്രോളിയം കൺസ്യൂമർ ആയിട്ടുള്ളത് ആരാണ്? ഒന്ന് ചൈനയാണ്. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം എനർജി കൺസ്യൂം ചെയ്യുന്നത് USA ആണ്. ദെൻ കംസ് ഇന്ത്യ. ഇന്ത്യയാണ് 3ാമതായിട്ട് ലാർജസ്റ്റ് കൺസ്യൂമർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്. സോ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഈ എനർജി, അതായത് പെട്രോളിയങ്ങൾ പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് തടഞ്ഞു. എന്ത് സംഭവിക്കും? ഇന്ത്യ ക്രൈസിസിലായി മാറും. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ വാഹനങ്ങൾക്ക് നീങ്ങാനായിട്ട് പെട്രോൾ ഉണ്ടാവില്ല, ഫാക്ടറികൾക്ക് പ്രവർത്തിക്കാനായിട്ട് പെട്രോളിയം ഉണ്ടാവില്ല. പെട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീസലും പെട്രോളും മാത്രമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റിലേറ്റഡ് ടു ക്രൂഡ് ഓയിൽ, അതിൽ നിന്ന് ഉണ്ടാകുന്ന ഡിഫറെന്റ് പ്രൊഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചു എന്ന് വിചാരിക്കുക. സോ പെട്രോളിയത്തിന്റെ സ്ട്രാറ്റജി ഒരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജി കൂടിയാണ്. മനസ്സിലായോ? പെട്രോളിയത്തിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻറ്റി ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ഇമ്പോർട്ട് ലിമിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് കുറെ കാലങ്ങളായിട്ട് ഒരു സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ, നമുക്കൊരിക്കലും സെൽഫ് സഫിഷ്യന്റ് ആകാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് ഇപ്പോൾ ദുബായിയെ പോലെ അല്ലെങ്കിൽ ഒമാനിനെ പോലെ അങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ പോലെ നമുക്ക് എണ്ണപ്പാടങ്ങൾ ഒരുപാടില്ല. സോ നമുക്ക് നേച്ചർ തന്നെ പകർന്നു നൽകിയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഈ പെട്രോളിയം ആൻഡ് മൈനിങ്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറവാണ്. സോ നമുക്ക് അതിൽ ഒരു റിസൈലന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്പെൻഡബിലിറ്റി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. സോ 3 കാര്യങ്ങളിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അവൈലബിലിറ്റി. 2, അഫോർഡബിലിറ്റി. 3, സസ്റ്റൈനബിലിറ്റി. 3 കാര്യങ്ങളിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അവൈലബിലിറ്റി. 2, അഫോർഡബിലിറ്റി. 3, സസ്റ്റൈനബിലിറ്റി. സോ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്, അതായത് നമുക്ക് പെട്രോൾ കൂടുതൽ അവൈലബിൾ ആക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? പെട്രോളിയവും പെട്രോളിയം പ്രൊഡക്ട്സും കൂടുതൽ അഫോർഡബിൾ ആക്കാനായിട്ട്. സോ ഇത് വരുന്നത് എങ്ങനെയാണ്? ഇത് സപ്ലൈ സൈഡിലാണ്. അതായത് സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാകുന്നത്. സോ സപ്ലൈ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കും എങ്ങനെയാണ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്തത്. ദെൻ വാട്ട് അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഈ പെട്രോളിന്റെ നിലവാരം അല്ലെങ്കിൽ പെട്രോൾ ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, അത് പൈസ കൂടുന്തോറും അത് പ്രതിഫലിക്കാത്ത രീതിയിൽ എത്തിക്കാനായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? ദെൻ റിലേറ്റഡ് ടു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രീൻ എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം ഒരു ഗ്രീൻ എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ട് എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഇതെല്ലാം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആൻഡ് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലായോ? സോ പെട്രോളിയം മിനിസ്ട്രി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് എടുത്തു പറയുകയാണ് ഈ ആർട്ടിക്കിളിലൂടെ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സപ്ലൈ സൈഡാണ്. സോ സപ്ലൈ സൈഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? സപ്ലൈ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്താണ് ഇവിടെയുള്ള പ്രോബ്ലം, അത് നമുക്ക് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം. സപ്ലൈ സൈഡിലുള്ള പ്രശ്നം എന്താണ്? അതായത് ഇന്ത്യയുടെ പല ഭാഗത്തും എണ്ണപ്പാടങ്ങളുണ്ട്, എണ്ണപ്പാടങ്ങളല്ല അല്ലെങ്കിൽ പെട്രോളിയം ഖനികളുണ്ട്. അതായത് സീബെഡിനോട് ചേർന്ന് പെട്രോളിയം മറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് എക്സ്പ്ലോർ ചെയ്യണം. ഇത് ആര് എക്സ്പ്ലോർ ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആരുടെ കീഴിലാണ്? അതായത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആണ്. മനസ്സിലായോ? സോ ഗവൺമെന്റിന് ഇത്രയും ഹൈലി ഫിനാൻഷ്യലി
ആ, പൈസ കൊടുത്ത് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പെട്രോളിയം മിനിസ്റ്ററി ഇതുപോലെ പരീക്ഷകൾ നടത്തിയിട്ട് ആളുകളെ ഹയർ ചെയ്ത് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിൽ കുറച്ച് കറപ്ഷനും വരും, അങ്ങനെ കുറേ പൈസകൾ പോകും. സോ അവിടെ ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല. സോ ഇത് നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തു, അതായത് പ്രൈവറ്റ് കമ്പനികൾക്ക് ഇത് ഈ സ്ഥലങ്ങളിൽ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതായത് ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്, അതിനുശേഷം ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അതോറിറ്റീസ് കൊടുത്തു. സോ അങ്ങനെ അതോറിറ്റി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അത് ഗനിച്ച് ഈ ക്രൂഡ് ഓയിൽ പോലെയുള്ള സാധനങ്ങൾ കുഴിച്ചെടുക്കാനായിട്ടും അല്ലെങ്കിൽ ഷെയിൽ ഗ്യാസ് പോലെയുള്ള ഗ്യാസുകൾ കുഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് അവർക്ക് റിഫൈൻ ചെയ്തിട്ട് മാർക്കറ്റിൽ വിൽക്കാം. ഓക്കെ, സോ ആ സപ്ലൈ സൈഡിലുള്ള ആ ഒരു വാക്യൂം നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ്, സപ്ലൈ സൈഡിൽ. ഓക്കെ, അതെങ്ങനെ പരിഹരിക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് 2014 ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിങ് പോളിസി, പെർട്ടിക്കുലർലി ഷോർട്ട് നെയിം ആയിട്ട് പറയും ഹെൽപ്പ്. നമ്മൾ 2016 ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹൈഡ്രോ കാർബണുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അതിന് ലൈസൻസിങ്ങിനുമായി സംബന്ധിച്ച് നമ്മളൊരു പോളിസി ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം മിനിസ്ട്രി. അവരെന്താണ് അതിൽ പറഞ്ഞത്? അതായത് ഈ പെർട്ടിക്കുലർ പോളിസി പറയുന്നത് ഇതിന്റെ എക്സ്പ്ലോറേഷൻ സംബന്ധിച്ച് ആർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ലാഭം കിട്ടുമല്ലോ, ഈ ലാഭത്തിന്റെ പകുതി നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണം. അതായത് എക്സ്പ്ലോർ ചെയ്തത് ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം, പക്ഷേ ഈ പ്രോപ്പർട്ടി ആരുടെയാണ്? സ്റ്റേറ്റിന്റെ ആണ്. മനസ്സിലായോ? സ്റ്റേറ്റിന്റെ അടിയിൽ കിടക്കുന്ന റിസോഴ്സസ് ആണ്, കടലിന് അടിയിൽ കിടക്കുന്ന റിസോഴ്സസ് സ്റ്റേറ്റിന്റെ ആയിരിക്കുമല്ലോ. അപ്പൊ സ്റ്റേറ്റിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ ടാക്സുകൾ കൊടുക്കണം, അല്ലെങ്കിൽ റിസോഴ്സസുകൾ ഷെയർ ചെയ്യണം. പിന്നീട് അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അധികാരം ചിലപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പെർട്ടിക്കുലർലി പ്രതിപാദിക്കുന്ന പോളിസി ഫ്രെയിംവർക്കാണ് ഈ ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ പോളിസി 2016. സോ ഇതില് നമ്മൾ 2019 ആയപ്പോ 2020 ആയപ്പോ കാലങ്ങളോളം ഇതിങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ. മനസ്സിലായോ? കണക്റ്റഡ് ആയോ? സോ 2019 2020 കാലഘട്ടങ്ങളിൽ ഇത് ഓരോ പുതിയ അമെന്റ്മെന്റുകൾ വരുത്തി. അമെന്റ്മെന്റുകൾ എന്നല്ല, പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തി ഈ പോളിസിയിൽ. സോ അങ്ങനെ കൂട്ടിച്ചേർത്ത ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്പൺ അക്രിയേജ് ലൈസൻസിങ് പോളിസി. ഓപ്പൺ അക്രിയേജ് ലൈസൻസിങ് പോളിസി, OALP. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പൺ അക്രിയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തുറസായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് തുറസായിട്ട് ഇപ്പോ മുംബൈ ഹൈ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉത്കൽ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ തീരം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പെർട്ടിക്കുലർലി ഈ ക്രൂഡ് ഓയിൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഷെയിൽ ഗ്യാസിന്റെ സാന്നിധ്യം കൂടുതലാണ്. സോ ഇത് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അതിന് ഇപ്പോ മുംബൈ ഹൈയിൽ, അതായത് മുംബൈ തീരങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു കമ്പനി ലൈസൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ കമ്പനി ഈ മുംബൈ ഹൈ റീജിയനിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ലൈസൻസ് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ ഈ എക്സ്പ്ലോറേഷൻ നടത്താനായിട്ടുള്ള ലൈസൻസ് വേണം. അപ്പോൾ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഓപ്പൺ അക്രിയേജ് ലൈസൻസിങ് പോളിസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ലൈസൻസിങ് ആവശ്യമില്ല. നിങ്ങൾ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പൺലി എക്സ്പ്ലോർ ചെയ്യാം. മനസ്സിലായോ? അതിന് ഒതുങ്ങുന്ന ഒരു പോളിസി ഫ്രെയിംവർക്കാണ് ഓപ്പൺ അക്രിയേജ് ലൈസൻസിങ് പോളിസി. മനസ്സിലായോ? സോ എന്ത് സംഭവിക്കുകയാണ് അവിടെ? നമ്മളുടെ ഈ ടെക്നിക്കാലിറ്റീസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് കുറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്നോവേഷൻസ് കൂടും, അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻസ് കൂടും. അത് നമ്മളുടെ അവൈലബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? സോ ഇത് ഒരു സപ്ലൈ ചെയിൻ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ സപ്ലൈ സംബന്ധമായിട്ടുള്ള സപ്ലൈ സൈഡുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഗുഡ് ഇമ്പാക്ട് നൽകുന്ന ഒരു ചോയ്സ് ആയിരുന്നു ഈ 2016 ഹെൽപ്പ് പോളിസിയും ദെൻ 2019-20 കാലഘട്ടങ്ങളിൽ വന്ന ഓപ്പൺ അക്രിയേജ് ലൈസൻസിങ് പോളിസിയും. മനസ്സിലായോ? സോ അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്തു? സപ്ലൈ സൈഡിൽ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ടാക്സ് റെഗുലേഷൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മനസ്സിലായോ? റെഗുലേഷനുകൾ നമ്മൾ കുറയ്ക്കുക. അതാണ് നമുക്ക് ഈ എന്റർപ്രണേഴ്സിനും നമ്മൾ ഈ സപ്ലൈ സൈഡിലുള്ള ബിഗ് മാർക്കറ്റിംഗ് ടീമുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മനസ്സിലായോ? സോ അങ്ങനെയാണ് നമ്മൾ ഈ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ അഫോർഡബിലിറ്റിയുടെ കേസസിലേക്ക് പോകാം. അഫോർഡബിലിറ്റിയുടെ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തണമല്ലോ.
സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ 2016 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം എന്താണ്? ഉജ്ജ്വല യോജന. ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ആർട്ടിക്കിളിന്റെ അവസാന ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഉജ്ജ്വല യോജനയെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഉജ്ജ്വല യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണ്? 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് ഓയിൽ ഗ്യാസിന്റെ ആണ് കീഴിൽ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ഗ്യാസ് കണക്ടിവിറ്റി കൊടുത്തു. മനസ്സിലായോ? സാധാരണ ആളുകൾക്ക് LPG കണക്ഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഈ ഉജ്ജ്വല യോജന. ജ്വലിക്കുന്നു, അങ്ങനെ ഓർക്കുക. മനസ്സിലായോ? പ്രധാനമന്ത്രി. സോ അതിൽ ഈ BPL കുടുംബങ്ങൾക്ക്, അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ കണക്ടിവിറ്റി, അതായത് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നു. മനസ്സിലായോ? 6 സിലിണ്ടറുകൾ വരെയും 8 സിലിണ്ടറുകൾ വരെയും, അങ്ങനെ 2 കാറ്റഗറിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ മാക്സിമം ഒരു 8 സിലിണ്ടർ വരെ കൊടുക്കുന്ന രീതിയിൽ നമ്മളുടെ ഈ ഉജ്ജ്വല യോജന കൊടുത്തു. പിന്നെ ഇനീഷ്യൽ ഫേസിൽ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുമല്ലോ അവർക്ക്. എന്തിനാണ്? ഒന്ന്, ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കാനായിട്ട്, പ്ലസ് വേറെ എന്ത് വരും? ആദ്യത്തെ സിലിണ്ടർ പർച്ചേസ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് കൊടുത്തു? EMI ഓപ്ഷൻസ് കൊടുത്തു. മനസ്സിലായോ? സോ ഇന്ത്യയിലെ ഒരു ഗ്യാസ് കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2016 ശേഷമുള്ള ഒരു പ്രോജക്റ്റാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. മനസ്സിലായോ? സോ ആ പ്രൊജക്ട് വഴി നമ്മളുടെ ഈ അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യിച്ചു. അഫോർഡബിലിറ്റി പെർട്ടിക്കുലർലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊജക്ട് വഴിയുള്ള ആളുകൾക്ക് മാർക്കറ്റിൽ 50% മുകളിൽ നമ്മളുടെ ഗ്യാസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അവര് 500 രൂപയ്ക്ക് മിനിമം റിലേറ്റഡ് ടു 600 റുപ്പീസ് മാത്രമേ അവർക്ക് പേ ചെയ്യേണ്ടി വന്നുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ആഗോള മാർക്കറ്റില് 50%-ലധികം നമ്മളുടെ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോ, എന്തിന്റെ? പെട്രോളിയം ഗ്യാസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ LPGയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു എഫക്റ്റ് ഇവിടെ കൊടുത്തില്ല. മനസ്സിലായോ? അതിന്റെ ഒരു എഫക്റ്റ് ഇവിടെ കൊടുക്കാതെ അവർക്ക് ഒരു 600 രൂപയ്ക്ക്, അല്ലെങ്കിൽ ഒരു 500 മുതൽ 600 രൂപയ്ക്കിടയിൽ അവരുടെ LPG കണക്ഷന്റെ പൈസ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ അത് അഫോർഡബിൾ ആയിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നാണ് പെട്രോളിയം മിനിസ്റ്റർ പറയുന്നത്. മനസ്സിലായോ? പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? പിന്നീട് സസ്റ്റൈനബിലിറ്റിയിലേക്ക് വരാം. സസ്റ്റൈനബിലിറ്റി പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? സസ്റ്റൈനബിലിറ്റി പാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് എഥനോൾ ബ്ലെൻഡിങ്. എഥനോൾ ബ്ലെൻഡിങ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ പുതിയൊരു ബൈക്ക്, കാറൊക്കെ എടുത്തിട്ടുള്ള ഒരാള് അതിന്റെ സൈഡിൽ ഒരു ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടാവും, E20 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അതായത് അതിൽ നിറയ്ക്കുന്നത് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആണ്. എഥനോൾ ബ്ലെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ പെട്രോളില് എഥനോൾ എന്ന് പറയുന്ന ഒരു മിശ്രിതം ആഡ് ചെയ്യും. എത്ര ശതമാനം വരെ ആഡ് ചെയ്യും? അത് ആദ്യഘട്ടങ്ങളിൽ 5%, 1%, 5%. അങ്ങനെ 20% വരെ എഥനോള് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ എത്തി. സോ എന്ത് സംഭവിച്ചു? പെട്രോളിന്റെ ഉപയോഗം നമുക്ക് അത്രയും കുറയ്ക്കാൻ പറ്റി. മനസ്സിലായോ? അപ്പോൾ ഒരു നാഷണൽ ലെവലിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പെട്രോളിന്റെ ഒരു 20% കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? അത് എഥനോൾ ബ്ലെൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഈ എഥനോളുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് സ്റ്റാർച്ചിൽ നിന്നാണ്. അതായത് നമ്മളുടെ കരിമ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈക്ക് വീറ്റ്, പാഡ്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പ്ലാന്റുകൾ, അല്ലെങ്കിൽ നമ്മളുടെ കരിമ്പ് പോലെയുള്ള സാധനങ്ങളുടെ വേസ്റ്റ് വരുമല്ലോ, വേസ്റ്റ് ആയിട്ട് നമ്മളുടെ കർഷകർ കത്തിച്ച് കളയുന്ന സാധനം, അതിൽ നിന്ന് മൊളാസസ് എന്ന് പറയും. എനിക്ക് ആ പേര് കിട്ടിയില്ല. മൊളാസസ്. ആ മൊളാസസിൽ നിന്നാണ് നമ്മളുടെ ഈ എഥനോള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു ബയോളജിക്കൽ വേ ആണ്, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് ഈ എഥനോള് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആദ്യം കരിമ്പിൽ നിന്നായിരുന്നു, പിന്നെ വീറ്റ് അടക്കമുള്ള മെയ്സ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നും ചോളം, അതിന്റെ എല്ലാം റെസിഡ്യുവൽ പാർട്ട്, അതായത് ഉപയോഗമുള്ള പാർട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്ന് കത്തിച്ച് കളയുന്ന അതിന്റെ അന്നജം സ്റ്റാർച്ച് ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് നമ്മൾ എഥനോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സോ എഥനോൾ ഒരു എക്കോളജിക്കൽ, അതായത് എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എഥനോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിലിറ്റി കൊടുക്കുന്നു, സസ്റ്റൈനബിലിറ്റി കൊടുക്കുന്നു. മനസ്സിലായോ? പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്. എന്താണ്? എഥനോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ഫാർമേഴ്സിന് ഒരു അധിക വരുമാനം കിട്ടുകയല്ലേ. കാരണം ഫാർമേഴ്സ് വെറുതെ കത്തിച്ചു കളയാൻ വെച്ചിരുന്ന ഈ റെസിഡ്യുവൽസ് ആണ്, അല്ലെങ്കിൽ അവശിഷ്ടങ്ങളാണ് എടുത്ത് എഥനോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇവർ പൈസയ്ക്ക് വിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ കരിമ്പാണെങ്കിലും കരിമ്പ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അതിന്റെ ബാക്കി വരുന്ന ചണ്ടി എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ആ സാധനമാണ് നമ്മൾ ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ഫാർമേഴ്സിന് ഒരു അധിക വരുമാനമാണ്. എന്ത് ലഭിക്കും? അത് ഇവർക്ക് ഈ ഉജ്ജ്വല യോജന പോലെ, അല്ലെങ്കിൽ ഇവര് വീട്ടിലേക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാനായിട്ടും അങ്ങനെയുള്ള എനർജി സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അവിടെ സസ്റ്റൈനബിലിറ്റി മാത്രമല്ല, അഫോർഡബിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സസ്റ്റൈനബിലിറ്റി മാത്രമല്ല, അഫോർഡബിലിറ്റി കൂടി ഇതിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നാണ് ഹർദീപ് എസ് പുരി പറയുന്നത്. മനസ്സിലായോ? പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഗ്രീൻ ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ കാറുകൾ ഒരുപാട് നിരത്തിലെടുക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ്, അതായത് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെയാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പ്രോസസ്സ് ഗ്രീൻ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡിലൂടെ ചെയ്യുമ്പോഴാണ് ഗ്രീൻ ഹൈഡ്രജൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ട്, ബ്ലൂ ഹൈഡ്രജൻ ഉണ്ട്, റെഡ് ഹൈഡ്രജൻ ഉണ്ട്. സോ ഈ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വേറെ എൻവിറോൺമെന്റലി പ്രശ്നമുള്ള ഗ്യാസസുകളൊന്നും പുറത്തേക്ക് വിടുന്നില്ല, അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ ഒരു സീറോ ഇമ്പാക്റ്റ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ളതിനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഗ്രീൻ ഹൈഡ്രജൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പെട്രോളിയം മിനിസ്ട്രിയിൽ നിന്ന് ചെയ്യുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ സിറ്റി ഗ്യാസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഗ്യാസ് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാതെ ആവശ്യമുള്ള അത്രയും മാത്രം യൂസ് ചെയ്തിട്ട് അതിന് പൈസ കൊടുക്കുന്ന രീതിയിൽ സിറ്റി ഗ്യാസ്. പിന്നെ എന്താണ്? പിന്നെ ഈ നാച്ചുറൽ ഗ്യാസ് റിലേറ്റഡ് ആയിട്ട്, അതായത് പെട്രോള് മാറ്റിയിട്ട് പെട്രോളിന് പകരം നാച്ചുറൽ ഗ്യാസ്, അതായത് CNG പോലെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയവും മണിയും സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളുടെ പെട്രോളിയം മിനിസ്റ്റർ പറയുന്നത്. സോ ഇങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അറ്റൈൻ ചെയ്യുന്നത്? അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി, സസ്റ്റൈനബിലിറ്റി. മനസ്സിലായോ? ഈ അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ആർട്ടിക്കിളിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ പറ്റും. അതിനെ ഡിഫൈൻ ചെയ്യുകയാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും. മനസ്സിലായോ? അങ്ങനെയാണ് സോ അഫോർഡബിലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് നമ്മളുടെ റിലേഷൻ അല്ല, എങ്ങനെയാണ് നമ്മളുടെ കൺസ്യൂമർ സ്റ്റാറ്റസ് എന്താണെന്ന് പഠിച്ചു. അതായത് 3rd ലാർജസ്റ്റ് കൺസ്യൂമർ ആണ്. സോ അത് നമ്മളുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ 3 കാര്യങ്ങളിലൂടെയാണ് അത് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. സ്ട്രാറ്റജിക് പാർട്ടിൽ നമ്മൾ അത് എൻഷുർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, സസ്റ്റൈനബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇത് 3 നമ്മളുടെ പെട്രോളിയം മിനിസ്റ്ററിയുടെ ഒരു എയിമിന്റെ അല്ലെങ്കിൽ വിഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അവൈലബിലിറ്റി നമ്മൾ ഉറപ്പാക്കണം, അഫോർഡബിലിറ്റി നമ്മൾ ഉറപ്പാക്കണം, സസ്റ്റൈനബിലിറ്റി നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിൾ സ്പെസിഫിക്കലി പറയുന്നത്. സോ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ഇന്ത്യ-ഓസ്ട്രേലിയ റിലേഷൻ. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇപ്പുറം ഇവിടെ കിടക്കുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ്, ഒരു കോണ്ടിനെന്റ് ആണ്. മനസ്സിലായോ? സോ ഇവിടെ ന്യൂസിലാൻഡ് ഉണ്ട്. സോ നമുക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. കാരണം ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സോ നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ലി റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഉടലെടുക്കുന്നില്ല. സോ നമ്മൾ ഫ്രണ്ട്ലിയാണ്. പ്രശ്നങ്ങൾ വരുന്നൊരു സ്ഥലമുണ്ട്, ക്രിക്കറ്റിൽ. മനസ്സിലായോ? ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളി US ആണ്. കങ്കാരുക്കളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് കുറെ കാലമായിട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. മനസ്സിലായോ? സോ ക്രിക്കറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷനിൽ നമ്മൾ ഓസ്ട്രേലിയ ആയിട്ട് നമുക്ക് വലിയ വിഷയങ്ങളില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. ആരാണ്? ഇപ്പോഴെന്നല്ല, കുറച്ച് നാളായിട്ട് ഉടലെടുത്തിരിക്കുന്ന ഒരു പ്രശ്നമാണ് ചൈനയുടെ സൗത്ത് ഈസ്റ്റ് ചൈന സീയിലും പസഫിക് ഓഷ്യനിലും ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലും ഉള്ള പ്രസൻസ് ഇന്ത്യയെ പോലെ തന്നെ ഓസ്ട്രേലിയക്കും അപകടമാണ്.
മനസ്സിലായോ? സോ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും തമ്മിൽ നല്ല ബന്ധമാണ് ഇതുവരെയുള്ള കാലങ്ങളിൽ നിലനിന്നിട്ടുള്ളത്. എന്നാൽ അതിഗംഭീരമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്കില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, ഓസ്ട്രേലിയയിലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. വി ആർ ഫ്രണ്ട്സ്, മനസ്സിലായോ? സോ ഇപ്പോൾ കറന്റ് ചൈന അവരുടെ പ്രസൻസ് ഈ ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്കും ചെറിയ ത്രെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. യു എസിനും ഓസ്ട്രേലിയക്കും യു കെക്കും അങ്ങനെ പല രാജ്യങ്ങൾക്കും ചില ത്രെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ അലൈസ്, അതായത് നമ്മളുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ റീഡിറ്റർമൈൻ ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു. അതായത് യു എസ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. അതായത് യു എസിന്റെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം, യു എസിന്റെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ നമ്മൾ ചുരുക്കാൻ പോവുകയാണ്. അതായത് ലോകത്തെ നന്നാക്കി നന്നാക്കി നമ്മൾ ക്ഷീണിച്ചു പോയി, യു എസ് ക്ഷീണിച്ചു പോയി. അപ്പോൾ ഇനി യു എസ് ഒന്നൊരു കര പറ്റിയിട്ട് യു എസിന്റെ എക്കോണമി ഒന്നും കൂടി വളർന്നിട്ട്, അതായത് സെൽഫ് റിലയന്റ് ആയിട്ട് മാത്രമേ നമ്മൾ അതിഗംഭീരമായിട്ടുള്ള മിലിറ്ററി എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ ഇനി നടത്തത്തുള്ളൂ. യു എസിന്റെ 2% ഓഫ് ദ GDP ഗോസ് ടു ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ. മനസ്സിലായോ? എക്സ്റ്റേണൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് മെയിൻലി പോകുന്നത്. സോ അതൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. സോ ഈ സമയത്ത് ചൈന കയറി അവരുടെ എക്സ്പെൻഡിച്ചർ കൂട്ടാനായിട്ടും അവരുടെ പ്രസൻസ് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഈ സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓസ്ട്രേലിയ ആയിട്ടുള്ള റിലേഷനുകൾ ഇംപ്രൂവ് ചെയ്യിക്കണം. മനസ്സിലായോ? സോ 2016 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്റർനാഷണൽ റിലേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2016 തുടങ്ങി പല കൺട്രീസുമായിട്ട് നമ്മൾ 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ്സ് നടക്കുന്നുണ്ട്. 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു 2 മിനിസ്റ്റേഴ്സ് പോകും. പെർട്ടിക്കുലർലി ഡിഫൻസ് ആൻഡ് ഫോറിൻ റിലേഷൻ മിനിസ്റ്റർ ആയിരിക്കും. അവരുടെ ഭാഗത്തു നിന്നും, അതായത് ഏത് കൺട്രിയാണോ മീറ്റിംഗ് നടത്തുന്നത് ആ കൺട്രിയുടെ ഭാഗത്തു നിന്നും 2 പേര് വരും. അങ്ങനെ നടത്തുന്ന മീറ്റിംഗിനെയാണ് 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ മീറ്റിങ്ങുകൾ നമ്മൾ മിക്ക രാജ്യങ്ങളുമായിട്ട് നടത്താൻ ശ്രമിച്ചു. സോ ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ പല പല മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, പല ടെക്നോളജീസ് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പരിപാടികളും 2016 ശേഷം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. 2016 മുൻപ് ഇതൊന്നും ഇല്ലാന്നല്ല അതിനർത്ഥം. 2016 മുൻപും ഉണ്ട്, പക്ഷെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നടക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു മൊമെന്റം വരാൻ തുടങ്ങിയത് 2016 ശേഷമാണ്. അത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു മൊമെന്റം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത് 2016 ശേഷമാണ്. സോ ഇവിടെ പെർട്ടിക്കുലർലി പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ട്രാറ്റജിക് ലെവലിൽ നമ്മൾ 2 എഗ്രിമെന്റുകൾ ഓസ്ട്രേലിയ ആയിട്ട് സൈൻ ചെയ്തു. ഒന്ന് 2020 മറ്റത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ഓക്കെ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ സ്ട്രാറ്റജിക് എഗ്രിമെന്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞപ്പോഴാണ്? ഇന്ത്യ യു എസ് റിലേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജസോമിയയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2002 നമ്മൾ യു എസുമായിട്ട് എഗ്രി ചെയ്തത്. ലെമോവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്. മനസ്സിലായോ? ലെമോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്കുകൾ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള എഗ്രിമെന്റ്. അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ നമ്മൾ ഓസ്ട്രേലിയയുമായിട്ടും ഒപ്പിട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എഗ്രിമെന്റ്? മൾട്ടി ലോജിസ്റ്റിക് സപ്പോർട്ട് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്കുകളിൽ പരസ്പരം സഹായിച്ചു കൊള്ളാം. ചില ലോജിസ്റ്റിക്കുകൾ നമ്മൾ കൈമാറ്റം ചെയ്യും, അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള ചില പ്ലാനിങ്ങുകൾ നമ്മൾ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്ന എഗ്രിമെന്റ് ആണ് മൾട്ടി ലോജിസ്റ്റിക് സപ്പോർട്ട് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സപ്പോർട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പോർട്ട്, നേവിയുടെ കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്. പെർട്ടിക്കുലർലി ഡോക്ക് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള അതിന്റെ ലോജിസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള എഗ്രിമെന്റ് നമ്മൾ 2020 സൈൻ ചെയ്തു. ആരുമായിട്ട്? ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട്. 2024 അതിനുശേഷം വന്നപ്പോൾ എയർ ടു എയർ റീഫ്യൂവലിംഗ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിക് എഗ്രിമെന്റ് സൈൻ ചെയ്തു. മനസ്സിലായോ? സോ എയർ ടു എയർ റീഫ്യൂവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി നേവിയുടെ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വിമാനങ്ങളെല്ലാം റീഫ്യൂവൽ ചെയ്യാനായിട്ടുള്ള അധികാരം, അതായത് ഓസ്ട്രേലിയയുടെ എയർ സ്പേസിൽ എത്തിക്കഴിയുമ്പോൾ അത് റീഫ്യൂവൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയൻ എത്തിച്ചു കൊടുത്തു. അതായത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ എയർ സ്പേസിൽ എത്തിക്കഴിയുമ്പോൾ അത് റീഫ്യൂവൽ ചെയ്യാനായിട്ടുള്ള അധികാരം. സോ അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ പെട്ടെന്നൊരു യുദ്ധം വരികയാണ്,
മനസ്സിലായോ? നമ്മളുടെ റീഫ്യൂവലിംഗ്, നമ്മളുടെ എണ്ണയ്ക്ക് എന്തെങ്കിലും തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ എനർജി അൺസെക്യൂർ ആയി കഴിഞ്ഞെന്ന് വിചാരിച്ചു, നമ്മളുടെ എനർജി കേന്ദ്രങ്ങളിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്തു, നമ്മളുടെ എനർജി നമുക്ക് റീഫ്യൂവൽ ചെയ്യാനായിട്ട് അധികാരമില്ല. സോ വി ക്യാൻ ഫ്ലൈ ഫ്രം ഇന്ത്യ ടു ഓസ്ട്രേലിയ ആൻഡ് റീഫ്യൂവൽ ദർ ആൻഡ് കം ബാക്ക്. ഓക്കെ, സോ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എഗ്രിമെന്റിലൂടെ നമ്മൾ സൈൻ ചെയ്തു. സോ അത് നമ്മളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ 2016 ശേഷം അല്ലെങ്കിൽ 2020 കൂടിയാണ് നമ്മൾ ഓസ്ട്രേലിയയുമായിട്ട് നല്ല നല്ല കരാറുകൾ ഒപ്പിടാനായിട്ടും നമ്മളുടെ ബന്ധം പുതുക്കാനായിട്ടും തുടങ്ങിയത്. നല്ല ബന്ധമാണ് പണ്ട് തുടങ്ങി, അത് പുതുക്കാനായിട്ട് ശ്രമിച്ചു. വേറെ എന്തൊക്കെ നമ്മൾ ചെയ്തു? മിലിറ്ററി എക്സർസൈസുകൾ നമ്മൾ ചെയ്തു. പെർട്ടിക്കുലർലി ഓസ്ട്രാഹിന്ദ് എന്ന് പറയുന്ന ആർമിയുടെ ഒരു പെർട്ടിക്കുലർ എക്സർസൈസും, ഓസ് ഇൻടെക്സ് എന്ന് പറയുന്ന നേവിയുടെ ഒരു എക്സർസൈസും, പിന്നെ പെർട്ടിക്കുലർലി പണ്ട് തുടങ്ങി നമ്മൾ കേൾക്കാറില്ല മലബാർ എന്ന് പറയുന്ന ഒരു എക്സർസൈസ്. മലബാർ പെർട്ടിക്കുലർലി നമ്മൾ US ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് നമ്മൾ ഓസ്ട്രേലിയയുമായിട്ട് എക്സർസൈസ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ എക്സർസൈസുകൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? മിലിറ്ററി എക്സർസൈസുകൾ. ഒന്ന്, രണ്ടിന്റെയും ടെക്നോളജികൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടും. അവരുടെ ടെക്നോളജീസ് ചിലത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടാവും, നമ്മൾ പഠിക്കേണ്ടതുണ്ടാവും. പിന്നെ ജോയിന്റ് മിലിറ്ററി ഓപ്പറേഷനുകൾ സംഭവിക്കും. അതായത് പെട്ടെന്ന് ഒരു ഫ്ലഡ് വന്നു, നമുക്ക് പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മിലിറ്ററി എക്സർസൈസുകൾ നടത്തിയിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയിലെ രാജസ്ഥാനിൽ മിലിറ്ററി എക്സർസൈസ് നടത്തിയെന്ന് വിചാരിച്ചു. സോ രാജസ്ഥാൻ ടെറൈൻ ആർക്ക് പരിചിതമായിരിക്കും? നമ്മളുടെ ഓസ്ട്രേലിയൻ പട്ടാളയത്തിന് പരിചയമായിരിക്കും, ഓസ്ട്രേലിയൻ എയർഫോഴ്സിന് പരിചയമായിരിക്കും, ഓസ്ട്രേലിയൻ ആർമീസിന് പരിചയമായിരിക്കും. സോ അവര് നമ്മുടെ ഹെൽപ്പിന് വേണമെങ്കിൽ എത്താം. എന്തിന്? ഇപ്പൊ നാഷണൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ റെസ്ക്യൂ മിഷൻസിന് വേണ്ടിയിട്ട്, ഒരു അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ മിലിറ്ററി എക്സർസൈസ് നമ്മളെ സഹായിക്കും. ഓക്കെ, അതിനാണ് മിലിറ്ററി എക്സർസൈസുകൾ. മിലിറ്ററി എക്സർസൈസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടെന്ന് ബാക്കിയുള്ള ലോകങ്ങളെ കാണിക്കണം. അവരുടെ മിലിറ്ററിയുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരസ്പരം ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനൊരു ലോങ് ടേം ബെനിഫിറ്റ് കൂടിയുണ്ട്. അതാണ് നാഷണൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെറൈൻ അവർക്ക് പരിചിതമായിരിക്കും. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് വേണമെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസ് വേണമെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതൊരു എഗ്രിമെന്റിലൂടെ സാധിക്കുള്ളൂ. പക്ഷേ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു കണക്ഷൻ, ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് ഈ മിലിറ്ററി എക്സർസൈസുകളിലൂടെ സാധിക്കും. സോ അതെല്ലാം നമുക്ക് നടത്തി വരുന്നുണ്ട്. സോ ഇനി നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഫോക്കസ് ഏരിയാസ്. അതെന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ ഡിഫൻസ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഒന്നാമത്തെ കാര്യം ഡിഫൻസ് അഡ്വൈസർ അല്ല, ഒന്നാമത്തെ കാര്യം മിലിറ്ററി എക്സർസൈസ് റിലേറ്റഡ് ആണ്. അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓസ്ട്രാഹിന്ദ്, ഓസിൻടെക്സ് അങ്ങനെ പറയുന്ന കുറച്ച് മിലിറ്ററി എക്സർസൈസുകളെ നടത്തുന്നുള്ളൂ. അത് ഇൻക്രീസ് ചെയ്യിക്കണം. മിലിറ്ററിയുടെ സഹായം അല്ലെങ്കിൽ സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾ നടത്തേണ്ട ചില എക്സർസൈസുകൾ ഇൻക്രീസ് ചെയ്യിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡിഫൻസ് അഡ്വൈസറിന്റെ ഒരു പോസ്റ്റാണ്. അതായത് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഹൈ ലെവൽ ഓഫീസേഴ്സിനെ നിയമിക്കും. മനസ്സിലായോ? റാങ്ക് കൂടുതലുള്ള ഓഫീസേഴ്സിനെ നിയമിക്കും. അവർക്ക് പെർട്ടിക്കുലർലി അസിസ്റ്റൻസിനെയും ഡിഫറെന്റ് ലെവൽ, ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ്, ഇതിന്റെ മൂന്നിന്റെയും അഡ്വൈസേഴ്സിനെ വേണമെങ്കിൽ പെർട്ടിക്കുലർലി നമ്മൾ നിയമിക്കും. സോ അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയിൽ ഇല്ല. ഡിഫൻസ് അഡ്വൈസർ എന്നൊരു പോസ്റ്റ് ഉണ്ട്, എങ്കിലും പെർട്ടിക്കുലർലി അതിന് അസിസ്റ്റന്റ് ചെയ്യേണ്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ റാങ്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള പേഴ്സണൽസ് അല്ല അവിടെ ഇരിക്കുന്നത്. സോ ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം വരണം. മനസ്സിലായോ? അവർക്ക് അസിസ്റ്റന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫൻസ് അഡ്വൈസർ ഒരു കുറച്ചും കൂടി റാങ്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ദെൻ വേറെ കാര്യം എന്താ പറയുന്നത്? ഡിപ്ലോമാറ്റിക് ഡയലോഗുകൾ ഇൻക്രീസ് ചെയ്യിക്കണം. ഡിപ്ലോമാറ്റിക് ഡയലോഗ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്. റിസോഴ്സ് ഷെയറിംഗ് ആവാം. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാം ലൈക്ക് ഇവിടെ പെട്രോളിയം റിസോഴ്സുകൾ ഉണ്ടാവാം, അതിനുള്ള കൈമാറ്റം, ലൈക്ക് സെമി കണ്ടക്ടേഴ്സുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ക്രിട്ടിക്കൽ മിനറൽസുകൾ ഉണ്ടാവാം, അവരുടെ അതിനുള്ള നോളജുകൾ ഉണ്ടാവാം. മനസ്സിലായോ? അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. ഇതെല്ലാം പരസ്പരം ഷെയർ ചെയ്യാനായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഡയലോഗുകൾ വരണം. പിന്നെ പേഴ്സണൽസിനെ കൈമാറ്റം. പേഴ്സണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫോഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ISRO നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ആണ് സ്പേസ് സ്റ്റേഷനിൽ. സോ അത് നമുക്ക് ഓസ്ട്രേലിയയുമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണമെങ്കിൽ, ഓസ്ട്രേലിയയുടെ സ്പേസ് ഏജൻസിയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. മനസ്സിലായോ? നമ്മളുടെ നോളജുകൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപയോഗിച്ച് അവർ
സ്പേസിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നു. അവരുടെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള നോളജുകൾ നമുക്ക് പരസ്പരം കൈമാറാം. അങ്ങനെ ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഡയലോഗുകൾ നമ്മളുടെ മിലിറ്ററി ഇന്റലിജൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സെമി കണ്ടക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗ്സ് ഇംപ്രൂവ് ചെയ്യിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമത്തെ കാര്യം പറയുന്നത് നേവൽ വെസൽ മെയിൻ്റനൻസ് ആണ്. അങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നേവൽ വെസൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഇവിടുന്ന് INS വിക്രാന്ത് പോലെയുള്ള കപ്പലുകൾ പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഈ ഡോക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം, അതിനുള്ള ആളുകളെ അവിടെ നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അവസരം, ഓസ്ട്രേലിയയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നൽകുവാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഡയലോഗ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? സോ മെയിൻ ഏരിയാസ് ഫോക്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? മിലിറ്ററി എക്സർസൈസസ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഡിഫൻസ് അഡ്വൈസേഴ്സ് റിലേറ്റഡ് ആണ്. ഡിഫൻസ് അഡ്വൈസേഴ്സ് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് റിലേറ്റഡ് ആയിട്ട് അസിസ്റ്റൻസ് നേവിയിൽ നിന്നും ആർമിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസുകളെ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ഡയലോഗ്സ് ഇംപ്രൂവ് ചെയ്യണം. ഡിപ്ലോമാറ്റിക്സ് ഡയലോഗ്സ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പേഴ്സണൽ ഷെയറിങ്സ് വരും, റിസോഴ്സസ് ഷെയറിങ്ങുകൾ വരും. അത് ഗ്രേറ്റർ ടൈസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം? നേവലിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള സർവീസും നമ്മൾ നോക്കണം. കാരണം ഇതിന് ചുറ്റും കടലാണ്. മനസ്സിലായോ? പസഫിക് ഓഷ്യൻ കിടപ്പുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ കിടക്കുന്നുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ സീ കിടക്കുന്നുണ്ട്. സോ അങ്ങനെ ഓസ്ട്രേലിയക്ക് ചുറ്റും കടലാണ്, നമുക്കാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. സോ നമ്മളൊരു മാരിടൈം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പരസ്പരം കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കണം. എന്തിനെതിരെ? ചൈനയുടെ ഗ്രോയിങ് പ്രസൻസിനെതിരെ. മനസ്സിലായോ? ഇപ്പോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ഉണ്ട്, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഓർക്കുക. മനസ്സിലായോ? ആ സ്ട്രെയിറ്റ് മനസ്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ആ സ്ട്രെയിറ്റ് പെട്ടെന്നൊരു ദിവസം ചൈന വന്ന് അങ്ങോട്ട് ചൈനയുടെ നേവൽ ഷിപ്പുകൾ വന്നിട്ട് ആ സ്ട്രെയിറ്റ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ എന്ത് പറ്റും? ഇന്ത്യക്കും പ്രശ്നമാണ്, ഓസ്ട്രേലിയക്കും പ്രശ്നമാണ്. മനസ്സിലായോ? ചരക്ക് കൈമാറ്റങ്ങൾ ബുദ്ധിമുട്ടാവും. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വേണമെങ്കിൽ വരാം ഒരു അസംപ്ഷൻ മാത്രമാണ്. മനസ്സിലായോ? അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരിടൈം ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാം. ചിലപ്പോൾ ഇവിടെ ഓസ്ട്രേലിയൻ ഇപ്പോൾ പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡിൽ വെച്ചിട്ട് ഓസ്ട്രേലിയയുടെ ഒരു ഷിപ്പിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഇന്ത്യൻ നേവിക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മിലിറ്ററി ടൈസിനെ, സ്ട്രാറ്റജിക് ടൈസിനെ ഇംപ്രൂവ് ചെയ്യിക്കും. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇംപ്രൂവ് ചെയ്യണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ പാർട്ടിക്കിളിന്റെ ഒരു ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇത് ഓപ്പൺ എഡിറ്റോറിയലിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഇത് ഈ മസ്റ്റാർഡ് ഓയിലിനെ കുറിച്ചിട്ടാണ്. മസ്റ്റാർഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിബിൾ ആയിട്ടുള്ള ഓയിലാണ് മസ്റ്റാർഡ് ഓയിൽ. എനിക്ക് തോന്നുന്നു കടുകെണ്ണ. മനസ്സിലായോ? സോ റേപ്പ് സീഡിനെ കുറിച്ചിട്ടാണ് ഇതിൽ പെർട്ടിക്കുലർലി പ്രതിപാദിക്കുന്നത്. അത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൽ ഈ ബ്ലെൻഡ് ചെയ്യും, ഈ എഡിബിൾ ഓയിലിൽ മറ്റൊരു ഓയിൽ ബ്ലെൻഡ് ചെയ്യും, അങ്ങനെ വിൽക്കാനായിട്ട് ചില രാജ്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ മറ്റൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ. ഓപ്പൺ എഡിറ്റോറിയൽ ആണത്. സോ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. ഈ ആർട്ടിക്കിൾ പറയുന്നത് 2 പെർട്ടിക്കുലർ സംഭവങ്ങൾ കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ നടന്നു. 2021 ഒരു പെർട്ടിക്കുലർ സംഭവം നടന്നു, 2024 ഒരു പെർട്ടിക്കുലർ സംഭവം നടന്നു. ഈ രണ്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ ആർട്ടിക്കിളെ അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ആദ്യം നമുക്ക് എന്താണ് ഈ മസ്റ്റാർഡ് നോക്കാം. സോ മസ്റ്റാർഡ് ഈസ് എ റാബി ക്രോപ്പ്. സോ എഡിബിൾ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു സീഡാണ് ഈ മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ. എഡിബിൾ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ആവുന്നത് വെളിച്ചെണ്ണയായിരിക്കും. നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഭക്ഷണ ആവശ്യങ്ങൾക്കും ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള എഡിബിൾ ഓയിൽ നമുക്ക് വെളിച്ചെണ്ണയാണ്. അതുപോലെ പല വസ്തുക്കളിൽ നിന്നും നമുക്ക് ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കാം. പാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലാണ് ഈ പാം ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് സീഡ്സിൽ നിന്ന് ഉൽപ്പാദിക്കുന്നു. അതുപോലെ ഒരു സീഡാണ് ഈ മസ്റ്റർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മസ്റ്റർഡ് സീഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിനെയാണ് ഈ മസ്റ്റർഡ് ഓയിൽ എന്ന് പറയുന്നത്. സോ
ഈ മസ്റ്റർഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. സോ 2021 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫിസായി ഈ മസ്റ്റർഡ് ഓയിലിലെ എഡിബിൾ ഓയിൽ ബ്ലെൻഡിങ് നിരോധിച്ചു. അതായത് എഡിബിൾ ഓയിലിൽ മറ്റൊരു എഡിബിൾ ഓയിൽ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം. അത് എത്ര വരെയാണ്? 20% എഡിബിൾ ഓയിൽ മിക്സ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ വേറൊരു എഡിബിൾ ഓയിൽ വേണമെങ്കിൽ, എഡിബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ, വെളിച്ചെണ്ണയ്ക്ക് പറ്റുന്ന ഒരു ഓയിൽ ഉണ്ടെങ്കിൽ ആ ഓയിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വിൽക്കാം. മനസ്സിലായോ? 100% വെളിച്ചെണ്ണ തന്നെ വെക്കണം എന്നില്ല, പകരം 20% വരെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. എനിക്ക് വെളിച്ചെണ്ണയുടെ കേസിൽ അങ്ങനെ മിക്സ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. മനസ്സിലായോ? സോ അങ്ങനെ എഡിബിൾ ഓയിലിൽ മറ്റൊരു എഡിബിൾ ഓയിൽ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. സോ മസ്റ്റർഡ് ഓയിലിന്റെ കേസിൽ 2024 പെർട്ടിക്കുലർലി ഫിസായി ഈ എഡിബിൾ ഓയിൽ മിക്സ് ചെയ്യുന്നത് 20% വരെ മിക്സ് ചെയ്യുന്നത് നിരോധിച്ചു. അതായത് മസ്റ്റാർഡ് ഓയിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാണ്ടായിരിക്കണം വെക്കേണ്ടത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിരോധിച്ചത്? അത് നിരോധിച്ചത് അഡൾട്ടറേഷൻ, അതായത് മായം ചേർക്കുന്നത് കുറയ്ക്കുവാനായിട്ട്. മനസ്സിലായോ? അപ്പൊ പല പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അത് നിരോധിച്ചത്. മായം ചേർക്കുന്നു, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി, അങ്ങനെയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം അത് നിരോധിച്ചു. സോ അതാണ് ആദ്യത്തെ കേസ്. സോ ഒന്നാമത് ഫിസായി എഡിബിൾ ഓയിൽ ബ്ലെൻഡ് ചെയ്യുന്നത് നിരോധിച്ചു. 2024 കോർട്ട് പെർട്ടിക്കുലർലി പറഞ്ഞു ജെനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്സ്, അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റാർഡുകൾ എഡിബിൾ ഓയിൽ പ്രൊഡക്ഷന് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ജെനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ പാഡി എന്ന് പറയുന്ന നമ്മൾ അരി, നെല്ല് നമ്മൾ പാഡി ഫീൽഡിൽ ഉൽപ്പാദിപ്പിക്കുമല്ലോ. സോ പാഡിക്ക് അതിൻ്റെ തനതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് വെള്ളമില്ലാത്ത സ്ഥലത്ത് അത് നിലനിർത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഹെവി റെയിൻഫാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പാഡി നശിച്ചു പോകാം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ജെനറ്റിക്കലി അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ മാറ്റുന്നതിനെയാണ് മോഡിഫൈ ചെയ്യും. അതായത് പാഡിയുടെ ജെനറ്റിക്കിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തും നമ്മൾ. ജെനറ്റിക്സിനെ മോഡിഫൈ ചെയ്തിട്ട് അതിപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഡ്രോട്ട് റെസീലിയൻ്റ് ആക്കാം, അല്ലെങ്കിൽ മഴ കൂടുന്ന സമയത്ത് നിലനിൽക്കുന്ന രീതിയിൽ, അതായത് വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമില്ലാത്ത രീതിയിലേക്കുള്ള ക്രോപ്പുകളാക്കിയിട്ട് മാറ്റാം. അതായത് അത് പാഡിയുടെ ഒരു വെറൈറ്റിയാണ്, പക്ഷെ അതിന് ചില അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടും. ആ ഫീച്ചേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന ക്രോപ്പുകളെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇന്ത്യയിൽ അപ്രൂവ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് കോട്ടൺ. ഇറ്റ് ഈസ് കോൾഡ് BT കോട്ടൺ. BT കോട്ടൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. രണ്ടാമത്തെ ക്രോപ്പാണ് ഈ മസ്റ്റാർഡ്, ധാര മസ്റ്റാർഡ് വെറൈറ്റി 11 DM11 എന്നാണ് അറിയപ്പെടുന്നത്. ധാര മസ്റ്റാർഡ് വെറൈറ്റി 11. ഈ വെറൈറ്റിയുടെ പേരാണ് ഡിഫറെന്റ് വെറൈറ്റീസ്. 11 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 മുതൽ 11 വരെ വെറൈറ്റികൾ ഉണ്ടാവാം. അതിൽ ഈ ഡ്രോട്ട് റെസീലിയന്റ് ആയിട്ട് ചില ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് ധാര മസ്റ്റാർഡ് വെറൈറ്റി 1. സോ മസ്റ്റാർഡിന്റെ ജെനറ്റിക്കലി മോഡിഫൈഡ് വേർഷൻ ആണ് ധാര മസ്റ്റാർഡ് വെറൈറ്റി 11 എന്ന് പറയുന്നത്, DM11 എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രൊഡക്ഷൻ സുപ്രീം കോടതി നിരോധിച്ചു. ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടി എനിക്കിവിടെ പറയാനായിട്ടുണ്ട്. അതായത് ജെനറ്റിക്കൽ മോഡിഫൈയിങ് ക്രോപ്സ് അപ്രൂവ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ്, ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്ന് പറയും. മനസ്സിലായോ? അത് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ അവർ അതിന് അപ്രൂവൽ കൊടുത്തു എങ്കിലും സുപ്രീം കോടതി അത് നിരോധിച്ചു. എന്താ നിരോധിക്കാനായിട്ടുള്ള കാരണം? അതായത് ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ധാര മസ്റ്റാർഡ് എന്ന് പറയുന്നത് ഹ്യൂമനിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് സ്റ്റഡി ചെയ്യുന്ന പഠനങ്ങളുടെ ലഭ്യത കുറവാണ് എന്ന് സുപ്രീം കോടതി കണ്ടുപിടിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഒന്നും കൂടി പഠിക്കുക, കാരണം ജനങ്ങൾ കഴിക്കേണ്ട കാര്യമല്ലേ. ഇപ്പോൾ ഇത് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കില്ല. അത് കാലങ്ങളോളം മനുഷ്യൻ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ അകത്തേക്ക് കഴിക്കുന്ന ഒരു സാധനമാണ്.
മനസ്സിലായോ? BT കോട്ടൺ. സോ എന്ന് പറഞ്ഞ് കോട്ടൺ നമ്മൾ എഡിബിൾ ആയിട്ട് കഴിക്കുന്നില്ല. മനസ്സിലായോ? സോ അതിന് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അപ്രൂവൽ കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ ഒന്നും കൂടി പഠിക്കാനായിട്ട് ഈ സുപ്രീം കോടതി പറഞ്ഞു. സോ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ കിടക്കുന്നത്. സോ ഈ ആർട്ടിക്കിൾ പെർട്ടിക്കുലർലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മസ്റ്റാർഡ് ഓയിലിൽ യൂറിക് കണ്ടന്റ് കൂടുതലാണ്. യൂറിക് കണ്ടന്റ് കൂടുതലാണ്. യൂറിക് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുതലാണ്. നമുക്കറിയാം, യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് എഡിബിൾ ഓയിലിൽ ഉണ്ടാകേണ്ട സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള യൂറിക് ആസിഡിന്റെ ലെവല് ഡെവലപ്ഡ് കൺട്രീസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് -5% ആണ്. -5% ആണ്. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എഡിബിൾ ഓയിലിൽ എന്തുണ്ട്? എഡിബിൾ ഓയിലിൽ ഈ യൂറിക് ആസിഡിന്റെ കണ്ടന്റ് എത്രയാണ്? യൂറിക് ആസിഡിന്റെ കണ്ടന്റ് 45-55% ആണ്. മനസ്സിലായോ? സോ ഒരു 10 ഇരട്ടിയോളം കൂടുതലാണ് എന്ത്? യൂറിക് ആസിഡിന്റെ കണ്ടന്റ് ഈ മസ്റ്റാർഡ് ഓയിലുള്ള മസ്റ്റാർഡ് എഡിബിൾ ഓയിൽ ആയിട്ടുള്ള മസ്റ്റാർഡിൽ വരുന്ന യൂറിക് ആസിഡിന്റെ അളവ്. സോ അവിടെ എന്ത് സംഭവിക്കും? യൂറിക് ആസിഡ് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്യും. സോ അത് നിരോധിച്ചു. ഇപ്പോൾ US, കാനഡ പോലുള്ള കൺട്രികളിൽ ഈ ലെവല് 5% താഴെ ആയിരിക്കണം. യൂറിക് ആസിഡിന്റെ മസ്റ്റാർഡ് ഓയിലുള്ള യൂറിക് ആസിഡിന്റെ അളവ് 5% താഴെ ആയിരിക്കണം. മനസ്സിലായോ? സോ ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ആള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എഡിബിൾ ഓയിൽ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഒന്നാമത്തെ കേസിൽ നിരോധിച്ചില്ലേ, ഫിസായി നിരോധിച്ചില്ലേ, ആ കേസ് നിരോധിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചാനെ? എഡിബിൾ ഓയിൽ 20% വരെ മിക്സ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മിക്സ് ചെയ്യുമ്പോൾ ഇതിലുള്ള യൂറിക് ആസിഡിന്റെ അളവ് കുറയും. മനസ്സിലായോ? യൂറിക് ആസിഡിന്റെ അളവ് കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? യൂറിക് ആസിഡ് ഈ 45 എന്നുള്ളത് ചിലപ്പോൾ വേണമെങ്കിൽ 30യിലേക്കും 25ലേക്കും എത്താം. മനസ്സിലായോ? സോ എഥനോൾ, ഈ എഥനോൾ ബ്ലെൻഡിങ് അല്ല, ഈ എഡിബിൾ ഓയിൽ ബ്ലെൻഡിങ് നിരോധിക്കുന്നത് വഴി അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ ഓദർ പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തെ കേസിൽ സുപ്രീം കോടതി നിരോധിച്ചിരിക്കുകയാണ്. എന്ത് നിരോധിച്ചിരിക്കുന്നു? കണ്ണടച്ച് നിരോധിച്ചിരിക്കുകയാണ്. നമ്മളുടെ ധാരാ മസ്റ്റാർഡ് വെറൈറ്റി എഡിബിൾ ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ, മനുഷ്യന് കൺസ്യൂമബിൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതിനെ സുപ്രീം കോടതി നിരോധിച്ചു. സോ അങ്ങനെ നിരോധിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ധാരാ മസ്റ്റാർഡിൽ പുതിയ വെറൈറ്റീസ് വരില്ല. പുതിയ വെറൈറ്റീസ് വന്നു കഴിയുമ്പോൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഈ പുതിയ വെറൈറ്റി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ എന്ത് സംഭവിക്കാം? ഈ യൂറിക് ആസിഡിന്റെ അളവ് കുറയുന്ന ഒരു വെറൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്തൂടെ? കാരണം നമുക്ക് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ പറയുമ്പോൾ യൂറിക് ആസിഡിന്റെ ലെവലിൽ നമുക്ക് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തുകൂടെ? സോ അങ്ങനെ ചെയ്യാം. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സാധാരണ മസ്റ്റാർഡിനേക്കാൾ, ഇപ്പോൾ ധാരാ മസ്റ്റാർഡ് DM11 എന്ന് പറയുന്ന വെറൈറ്റിയിൽ നിന്ന് ഉണ്ടാക്കുന്ന എഡിബിൾ ഓയിലും സാധാരണ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു മസ്റ്റാർഡിൽ നിന്ന് ഉണ്ടാക്കുന്ന എഡിബിൾ ഓയിലും തമ്മിൽ യൂറിക് ആസിഡിൽ വലിയ വ്യത്യാസം വരാം. മനസ്സിലായോ? സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സുപ്രീം കോടതി അവിടെ നിരോധിക്കുന്നത് വഴി അടയ്ക്കുന്നത്. സോ ഈ രണ്ട് നിരോധനവും, ഒന്നാമത് ഫിസായി നടത്തിയ നിരോധനവും 2024 തുടർന്ന് സുപ്രീം കോടതി നടത്തിയ നിരോധനവും നല്ലതല്ല ഇന്നോവേഷനെ സംബന്ധിച്ചിടത്തോളം. മസ്റ്റാർഡ് ഓയില്, അതായത് ഇന്ത്യ ഒരു ഓയിൽ കൺസ്യൂമിങ് രാജ്യമാണ്. അതായത് നമ്മൾ എഡിബിൾ ഓയിലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും. പാം ഓയിലായിട്ടാണെങ്കിലും പല ഓയിലായിട്ടാണെങ്കിലും ഇന്ത്യയിൽ അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ഇന്ത്യനൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ബാനിങ്ങുകൾ, പെർട്ടിക്കുലർ ലിമിറ്റേഷനുകൾ, റെഗുലേഷനുകൾ നമ്മൾ ഒഴിവാക്കണം. പകരം ഇത് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു വിഷൻ ഓട് കൂടിയിട്ട് നമ്മളത് അപ്രോച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ, ഇവിടെ 2 കേസുകൾ എടുത്തു പറഞ്ഞു. അതായത് 20% ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് അളവ് കുറയും. 55 എന്നുള്ളത് അല്ലെങ്കിൽ 50 എന്നുള്ളത് വേണമെങ്കിൽ 35ലേക്ക് കുറയും. ഇപ്പോൾ ജനറ്റിക് വെറൈറ്റിയുടെ കേസിലാണെങ്കിൽ ജനറ്റിക് വെറൈറ്റി വരുമ്പോൾ അതും ഈ യൂറിക് ആസിഡിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ നമ്മൾ വെറുതെ ഇങ്ങനെ ബാൻ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ടെക്നോളജിയെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഈ ഓപ്പൺ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ചൂസ് ചെയ്ത ലാസ്റ്റത്തെ ആർട്ടിക്കിൾ. സോ നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചില ആർട്ടിക്കിളുകൾ
എടുക്കാതെ പോയിട്ടുണ്ട്. സോ 9th പേജിലേക്ക് വരുമ്പോൾ നമുക്ക് പെർട്ടിക്കുലർലി ഒരു സൾഫർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ദെൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്നത്തെ പത്രത്തിൽ. ദെൻ പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു നമ്മളുടെ ജഡ്ജ്, അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ്. മനസ്സിലായി? ഇംപീച്ച്മെന്റ് ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ് റിലേറ്റഡ് ആയിട്ടൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജ് ഈ മാസം റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിൽ ഇനി വരും. നമ്മുടെ രാഷ്ട്രപതിയുടെ പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ആരംഭിച്ച് കഴിയുമ്പോൾ റിപ്പീറ്റഡ് ന്യൂസിൽ വരാൻ പോകുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. സോ സൾഫർ ഡൈ ഓക്സൈഡ് ഞാൻ ഇന്നത്തെ ഡീറ്റെയിൽ ഡിസ്കഷനിൽ വിട്ടുകളഞ്ഞ ഒരു ആർട്ടിക്കിളാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ആർട്ടിക്കിളും ഒരു ന്യൂസും ഞാൻ ഇന്നത്തെ ന്യൂസ് അനാലിസിസിൽ വിട്ടുകളഞ്ഞ ഒരു ടോപ്പിക്കാണ്. സോ ഇഫ് യു ആർ eager to know what is contempt of court and what is sulfur pollution, just go through it and just research on it. ഓക്കെ, ചെറിയ ആർട്ടിക്കിളാണ്, പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാനത് ആ 2 ആർട്ടിക്കിളുകളും ഇവിടെ എടുക്കാതെ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു.